ഉള്ള വാക്യങ്ങൾ 6 മുതൽ 10 വരെ ഞാൻ വായിക്കാം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിക്കാൻ തുനിയുമായിരിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കേ. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. ഇവിടെ നമ്മൾ കാണുന്നത് രക്ഷയുടെ ഒരു മുഴുവൻ റിഫ്ലക്ഷനാണ്. എന്താണ് നമ്മുടെ രക്ഷ എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കാണുന്നത്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ തക്ക സമയത്ത് കർത്താവ് നമുക്കായിട്ട് മരിച്ചു എന്ന് ഈ ഭാഗത്ത് കാണാം. ഇപ്പൊ കർത്താവ് മരിക്കുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുള്ളവർക്ക് വേണ്ടിയല്ല. കർത്താവിന് നമ്മളെ കൊണ്ട് ഒരു ഗുണവും ഇല്ല, യാതൊരു ഗുണവും ഇല്ല. കർത്താവിന് അങ്ങനെ മനുഷ്യരുടെ ഒരു ശുശ്രൂഷ ആവശ്യമുള്ള ആളല്ല. കർത്താവ് ചോദിക്കുന്നുണ്ട്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? മനുഷ്യ കൈകളുള്ള ശുശ്രൂഷ എനിക്ക് ആവശ്യമുണ്ടോ? നിങ്ങളുടെ പണം എനിക്ക് വേണം? ഒന്നും വേണ്ട. നമ്മുടെ ദൈവം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് നിലനിൽക്കാൻ, ദൈവത്തിന്റെ പൂർണ്ണമായ മഹത്വത്തിൽ നിലനിൽക്കാൻ, വെളിപ്പെടുത്താൻ ഒരാളുടെ സഹായം ആവശ്യമില്ല. ഗോഡ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഡിപെൻഡന്റ്. ആ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സ്വഭാവ വിശേഷമാണ്. അവൻ സൃഷ്ടിയെ ഒന്നിനും ആശ്രയിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മെ സൃഷ്ടിച്ചില്ലെങ്കിലും നമ്മെ വീണ്ടെടുത്തില്ലെങ്കിലും ദൈവത്തിന് യാതൊരു നഷ്ടവും ഉണ്ടാകുമായിരുന്നില്ല എന്നർത്ഥം. അപ്പോൾ ദൈവം നമ്മെ രക്ഷിക്കുന്നതിന് റീസൺ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു റീസണും ഇല്ല. അവൻ തന്റെ കരുണ എന്താണെന്ന് കാണിക്കാൻ തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. അവൻ അവന്റെ മഹത്വം എന്തെന്ന് വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത്ര അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന ദൈവത്തിന് കുറച്ച് ആരാധകരെ വേണമായിരുന്നു, അതുകൊണ്ട് ദൈവം ആരാധിക്കാൻ വേണ്ടി നമ്മെ സൃഷ്ടിച്ചു. ദൈവത്തെ ആരാധിക്കാൻ ഒന്നാന്തരം ദൂതന്മാർ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ചിലർ പറയും അങ്ങനെയല്ല, ദൈവത്തിന് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിന് ഒന്നിനെയും കുറവില്ല, നമ്മുടെ ദൈവത്തിന് ഒട്ടുമില്ല. കാരണം നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും കൂട്ടായ്മയ്ക്ക് എന്താണ് പ്രയാസം? അവരുടെ കൂട്ടായ്മ പെർഫെക്റ്റ് ആണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന പോലെ പുത്രൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. ആ ത്രിയേക ദൈവത്തിന്റെ വ്യാപാര ശക്തിയാണ് ശരിക്കും എല്ലാ നല്ല ഗുണങ്ങളും. അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. എന്നാൽ അബ്സല്യൂട്ട് മോണോതിയസ്റ്റിൽ വിശ്വസിക്കുന്ന ഇസ്ലാം അല്ലെങ്കിൽ യഹോവസ് വിറ്റ്നസസ്, അവര് ദൈവം ആരെന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഇറ്റേണിറ്റിയിൽ, നിത്യതയിൽ, മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവത്തിന് ആരുമില്ല. ദൂതന്മാരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു നിത്യതയുണ്ടല്ലോ, ഇറ്റേണിറ്റി. ഓൺലി ഗോഡ് ഈസ് ഇറ്റേണൽ. അപ്പൊ ദൈവം സ്നേഹമെന്ന് പറയാൻ പറ്റില്ല, കരുണയെന്ന് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആരുമില്ല, ഇതൊന്നും കൊടുക്കാൻ ആരുമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതുകൊണ്ട് ഹിന്ദുക്കൾ പറയുന്നത് ഏകദൈവമാണെങ്കിൽ നിർഗുണനായിരിക്കും. കാരണം ഒരു ഗുണത്തിന്റെ ആവശ്യമില്ല, നിർഗുണ പരബ്രഹ്മം. ഹിന്ദു ഫെയ്ത്ത് അങ്ങനെയാ പറയുന്നത്. അതിന്റെ കാരണം ഇതാണ്, ഇഫ് ദർ ഇസ് ഓൺലി വൺ, ഹി ഡസ് നോട്ട് നീഡ് എനിവൺ എൽസ്. ആരെ സ്നേഹിക്കേണ്ട കാര്യമില്ല, ഒരു വികാരം ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഫിലോസോഫിക്കലി അബ്സല്യൂട്ട് മോണോതീസം എന്ന് പറയുന്നത് നിലനിൽക്കാത്തത്. അപ്പൊ ദൈവ സ്നേഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദൈവം സ്നേഹം കാണിക്കാൻ ആരുമില്ല. അപ്പൊ ദൈവത്തിന് ഒരു കുറവുണ്ടെന്നാണ് എന്നർത്ഥം. ഹി ഹാസ് ആൻ ആട്രിബ്യൂട്ട്, പക്ഷെ അത് കാണിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു കുറവ് നികത്താൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ചിലപ്പം അവർക്ക് പറയാമായിരിക്കാം, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗോഡ് വാസ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ഇൻ ഹിംസെൽഫ്, പെർഫെക്റ്റ് ഇൻ ലവ്, പെർഫെക്റ്റ് ഇൻ ഓൾ ഇമോഷൻസ്, ഇറ്റ്സ് ഓൾവേസ് പെർഫെക്റ്റ്. അപ്പൊ ദൈവം നമ്മൾ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം യെശയ്യാവിന്റെ 43:7 പറയുന്നത്,
എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയ മനുഷ്യൻ എന്നാണ്. ടു ഡിസ്പ്ലേ ഹിസ് ഗ്ലോറി എന്നുള്ളത്. മനുഷ്യരിലൂടെ എങ്ങനെയാണ് ദൈവത്തിന്റെ മഹത്വം പ്രസിദ്ധമാകുന്നത്? ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തുവാൻ അവൻ മനുഷ്യനെ ഉപയോഗിച്ചു. അപ്പൊ എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷെ അതിന്റെ ആവശ്യം ദൈവത്തിന് ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് നോട്ട് എ നെസസിറ്റി ഫോർ ഗോഡ്, ബട്ട് ഹി ഡിസൈഡഡ് നോട്ട് ഔട്ട് ഓഫ് നെസസിറ്റി ബട്ട് ഔട്ട് ഓഫ് ഹിസ് ലവ് ഹി ഡിസൈഡഡ് ടു ക്രിയേറ്റ് മാൻ. പക്ഷെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എന്ത് ചെയ്താലും അത് മഹത്വത്തിനായിരിക്കുള്ളൂ. എന്ത് ചെയ്താലും അത് ഗ്ലോറിയസ് ആയിരിക്കും. എന്ത് ചെയ്താലും അത് സ്തുതിക്ക് യോഗ്യമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവം ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ഹിസ് പെർഫെക്ഷൻ. വാട്ട് എവർ ഹി ഡസ്, ഇറ്റ് ബ്രിങ്സ് ഗ്ലോറി ടു ഹിസ് നെയിം. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനകത്ത് ദൈവം വലിയൊരു മഹത്വമാണ് പ്രദർശിപ്പിച്ചത്. ആ മഹത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദൈവത്തിന് 2 തരം ഗുണങ്ങളുണ്ട് നമുക്കറിയാം. നിങ്ങൾക്കറിയാമോ 2 തരം ഗുണങ്ങളുണ്ടെന്ന്? ഒന്ന്, ദൈവം ആരിലേക്കും പകർത്താത്ത ഇറ്റേണൽ ആട്രിബ്യൂട്ട്സ്. അതായത് അവന്റെ സർവശക്തി, അവന്റെ നിത്യത്വം, അവന്റെ സർവ്വവ്യാപിത്വം. അല്ലെ, ദൈവം എല്ലായിടത്തും ഉണ്ടല്ലേ. ഗോഡ് ഈസ് ദെയർ എവരിവെയർ. ദൈവം ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല. സർവ്വവ്യാപിയാണ് ദൈവം. അതുപോലെ സർവജ്ഞാനിയാണ്. ഇതൊന്നും നമുക്ക് കിട്ടില്ല. എത്ര ഭക്തനായാലും കിട്ടില്ല. വി വിൽ നെവർ ബിക്കം ഓംനി പ്രസന്റ്. നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും പെട്ടെന്ന് പോകാൻ പറ്റുമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, കാരണം ആത്മശരീരങ്ങളായതുകൊണ്ട്. പക്ഷെ ഒരേ സമയത്ത് പല സ്ഥലത്താകാൻ പറ്റില്ല. ബിക്കോസ് വി ആർ ഫൈനൈറ്റ് ബീയിങ്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യോ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ കന്യാകുമാരി എങ്ങനെയാണ് ഒരേ സമയത്ത് വേളാങ്കണ്ണിയിലും അതേ സമയത്ത് മണർകാട്ടും അതേ സമയത്ത് ഇവിടെയുള്ള എല്ലാ പള്ളികളിലും ഒരേ 8 നോമ്പിന് 8-ാം തീയതി രാവിലെ വരുന്നത്? അതൊക്കെ അവരോട് ചോദിക്കണം. നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം ദൈവം മാത്രമേ സർവ്വവ്യാപിയായിട്ടുള്ളൂ. അവന് പ്രത്യേകിച്ച് ഇരിക്കാൻ ഒരു സ്ഥലം ആവശ്യമില്ലാതാണ്. മനുഷ്യൻ എത്ര വിശുദ്ധനായാലും അവൻ സർവ്വവ്യാപി ആകാൻ പറ്റില്ല. അവൻ ഫൈനൈറ്റ് ബീയിങ് ആണ്. ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റും. അപ്പോൾ ചില ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന്റെ ചില ആട്രിബ്യൂട്ട്സ് മനുഷ്യരിലേക്ക് കൊടുക്കുന്നില്ല, പകരുന്നില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവന്റെ നിത്യത്വം എന്ന് പറയുന്നത്. അതുപോലെ ഒന്നാണ് സ്വാതന്ത്ര്യം. അവൻ സ്വതന്ത്രനാണ്. അവൻ ആരെയും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് നിന്റെ ഒരു സേവനം ആവശ്യമില്ല. ഞാൻ നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, നീ നന്നാകാൻ വേണ്ടിയാണ്. ഇറ്റ്സ് ഫോർ യു. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് എനിക്കാ പ്രയോജനം, അല്ലെ മനുഷ്യർക്കാ. കർത്താവിന് എന്താ ഞാൻ ചെയ്യുന്നത്? നമ്മുടെ പൈസ കൊണ്ട് കർത്താവിന് എന്താ ആവശ്യം? ഒന്നുമില്ല. അനേകം വാക്യങ്ങളുണ്ട്, അത് ഇപ്പോൾ ഈ സമയത്ത് എടുക്കുന്നില്ല. ദാറ്റ്സ് നോട്ട് അവർ ടോപ്പിക്. ഇത്രേ പറഞ്ഞുള്ളൂ. ദൈവത്തിന്റെ സ്വതന്ത്രത എന്ന് പറയുന്നതും ദൈവത്തിന്റെ സർവ്വവ്യാപിത്വം എന്ന് പറയുന്നത്, അങ്ങനെ ചില ഗുണങ്ങൾ ദൈവം ആരിലേക്കും പകരുന്നില്ല എന്നുള്ളതാണ്. അതുപോലൊരു ഗുണമാണ് ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂട്ടബിലിറ്റി. ഗോഡ് കനോട്ട് ചേഞ്ച്. ദൈവം ഒരിക്കലും മാറുന്നില്ല. ചില മിടുക്കന്മാർ പറയാറുണ്ട്, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ മനുഷ്യനായിരുന്നു, ദൈവം അല്ലായിരുന്നു. അങ്ങനെ ദൈവം അല്ലാതിരിക്കാൻ പറ്റില്ല. ഗോഡ് കനോട്ട് ചേഞ്ച്. കർത്താവ് എപ്പോഴും ഇന്നും എന്നേക്കും അവൻ അനന്യനാണ്, മാറ്റം വരാത്തവനാണ്. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ഇത് എന്തുകൊണ്ടാണ് മാറ്റം വരാത്തതെന്നറിയോ? മാറുവാണെങ്കിൽ ഒന്നുകിൽ നന്നാകണം, അല്ലെങ്കിൽ മോശമാണ്. ഈ 2 ദൈവത്തിന് പറ്റിയല്ല. കാരണം എന്താ? ദൈവം ഓൾവേസ് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ആയ ഒരാൾക്ക് ഇനി ബെറ്റർ ആകാനും പറ്റില്ല, വർse ആകാനും പറ്റില്ല. ആൻഡ് there is no perfection beyond God. If someone is perfect, he cannot change either way. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. That's why God can never change. അപ്പൊ ഇങ്ങനെയുള്ള ദൈവത്തിന്റെ ഗുണങ്ങൾ ആർക്കും ദൈവം നൽകുന്നില്ല. ആൻഡ് ദാറ്റ്സ് യുണീക് ടു ഹിം. അപ്പൊ കർത്താവിനെ നോക്കിയിട്ട് നമ്മൾ പറയും, കർത്താവെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഐ വർഷിപ്പ് യു ബിക്കോസ് യു ആർ സോ ഹൈലി എക്സോൾട്ടഡ്, സോ ഡിഫറെന്റ് ഫ്രം us. ഞങ്ങളൊന്നുമില്ല കർത്താവെ, നീ എത്രയോ മഹത്വവാനായ ദൈവമാണ്. ആ മഹത്വമാണ് അവനെ ആരാധിപ്പിക്കുന്നത്. ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, നമ്മളിലേക്ക് പകർത്താൻ പറ്റാത്ത ആ ദൈവത്തിന്റെ എസൻസ്. അത് കണ്ടിട്ടാണ്, ആ വെളിപ്പാടിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. വി നോ ഹൂ ഗോഡ് ഈസ്. പക്ഷേ ലോകത്തിലുള്ള മറ്റുള്ളവർക്കെല്ലാം ദൈവം ഉണ്ടെന്നറിയാം, പക്ഷെ ദൈവം ആരാണെന്ന് അറിയില്ല. ദൈവത്തിന്റെ ചില ശക്തികളും ചില സ്വഭാവങ്ങളൊക്കെ അവർക്ക് അറിയാം, പക്ഷെ ദൈവം യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് ബൈബിളിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തും ഇല്ല. ഞങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവും, അഥർവവേദത്തിലെ ആര്യവേദാന്തത്തിലെ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും അവിടെയെങ്കിലും ക്രിസ്തു ഒന്നുമില്ല.
വേദങ്ങളിലും ഉപനിഷത്തിലും പുരാണത്തിലും ഒന്നും ക്രിസ്തു ഇല്ല. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ബൈബിളിലല്ലാതെ വെളിയിൽ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല. ദൈവവചനം വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ റെവലേഷൻ കംസ് ഓൺലി ത്രൂ ദ ബൈബിൾ ആൻഡ് ത്രൂ നോ വെയർ എൽസ്. ലോകത്തിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തെ കുറിച്ചുള്ള രണ്ട് വെളിപ്പാടുകളുണ്ട്. എല്ലാ മതങ്ങളിലും ഉണ്ട്. ഒന്ന്, ഗോഡ് ഈസ് പവർഫുൾ, നിത്യശക്തിയും ദിവ്യത്വവും. ഇത് രണ്ടുമാണ്. ഗോഡ്സ് ഇറ്റേണൽ പവർ ആൻഡ് ഡിവൈൻ നേച്ചർ. ഇതെല്ലാ മതങ്ങളിലും പറയുന്ന കാര്യം. ദൈവം ശക്തനാണ്, നിങ്ങളുടെ പല്ലുവേദന മാറ്റാൻ ദൈവം ശക്തനാണ്, നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവം. ഇത് എല്ലാ മതങ്ങളിലും ഉണ്ട്. തലവേദന മാറ്റുന്ന, കടം മാറ്റുന്ന, തടസ്സങ്ങൾ നീക്കുന്ന ദൈവം. യുണീക്ക്, കോമൺ, നോട്ട് യുണീക്ക്, കോമൺ ടു ഓൾ റിലീജിയൻസ്. തലവേദന മാറ്റുന്ന, രോഗം മാറ്റുന്ന, കടഭാരം മാറ്റുന്ന, ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തുന്ന ദൈവം എല്ലാ മതങ്ങളിലും ഉണ്ട്. കോമൺ ബ്ലെസ്സിങ് ആണത്. അത് ബിസിനസ് അഭിവൃദ്ധി അംബാനിക്ക് ഉണ്ടാവും, ഈ പാവം എനിക്കും ഉണ്ടായേക്കാം ആ പണിക്ക് ഇറങ്ങി. പക്ഷെ അത് യുണീക്ക് അല്ല, കോമൺ ആണ്. എല്ലാ മതങ്ങളിലും ഉണ്ട്. എന്തുകൊണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട്? കാരണം ദൈവം അങ്ങനെയാണെന്നുള്ള ഒരു വെളിപ്പാട് പ്രപഞ്ചത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 1:19-20 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ പ്രപഞ്ച സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. അപ്പൊ ബുദ്ധിയുള്ളവർക്ക് എല്ലാം രണ്ട് കാര്യം അറിയാം: ദൈവം ശക്തനാണ്, മറ്റൊന്ന് അവൻ നല്ലവനാണ്. നിങ്ങളുടെ അടുത്ത ദിവസങ്ങളിൽ കേട്ടിട്ടില്ലേ കൊലപാതകങ്ങൾ? ഒരു പെൺകുട്ടിയെ പാമ്പിനെ വിട്ട് ഒരു ഭർത്താവ് കൊന്നത്. അത് വായിച്ച എല്ലാവരും പറഞ്ഞു, ഹിന്ദുവും പറഞ്ഞു, മുസ്ലിമും പറഞ്ഞു, ക്രിസ്ത്യാനിയും പറഞ്ഞു, അവനെ ഒന്നും ദൈവം വെറുതെ വിടുകയല്ലെന്ന്. അപ്പൊ ദൈവം എല്ലാവർക്കും അറിയാം, ഈ തിന്മ ചെയ്യുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്താൽ പിടിക്കുന്ന ആളാണെന്നും എല്ലാവർക്കും അറിയാം. കാരണം ദൈവത്തിന്റെ നല്ല സ്വഭാവം ഉള്ളതെന്ന് എല്ലാ മതവും പറയുന്നുണ്ട്. അനീതി ഇന്നല്ലെങ്കിൽ നാളെ ദൈവം പിടിക്കും. അപ്പൊ ദൈവം ന്യായവിധി നടത്തുന്ന ഒരു ദൈവമാണെന്നും എല്ലാ മതങ്ങളിലും ഉണ്ട്. അത് ഇസ്ലാമും വിശ്വസിക്കുന്നുണ്ട്, ന്യായവിധി നടത്തുമെന്ന്. ഹിന്ദുക്കളും വിശ്വസിക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലാ മതങ്ങളുടെയും യുണീക്ക് ആയിട്ടുള്ള കാര്യം. അതാണ് റോമാലേഖനം 1:19-20 വാക്യങ്ങളിൽ പറയുന്നത്. ദാറ്റ്സ് കോമൺ റെവലേഷൻ, കോമൺ ടു ഓൾ റിലീജിയൻസ്. എന്തൊക്കെയാണത്? ബുദ്ധിക്ക് തെളിവായി, ആത്മാവിലല്ലാതെ ബുദ്ധിയിൽ തന്നെ വെളിപ്പെട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ. ഞാൻ വായിക്കാം. 19-20. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അപ്പൊ ആർക്കും പ്രതിവാദമില്ല. ദൈവം നല്ലവനായിരുന്നു എല്ലാവർക്കും അറിയാം. ദൈവം നന്മ ഡിമാൻഡ് ചെയ്യുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നാളെ ന്യായവിധിയുടെ മുമ്പിൽ ആർക്കും എക്സ്ക്യൂസ് ഇല്ല. കാരണം ഇതെല്ലാം പ്രപഞ്ചത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം നന്മ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം. അപ്പൊ ശരിക്കും ഈ ദൈവത്തെക്കുറിച്ചുള്ള കോമൺ റെവലേഷനിലാണ് ഇന്നത്തെ സഭകൾ മിക്കതും ഫങ്ഷൻ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? എല്ലാ മതങ്ങളും പോലെയാ. കാരണം ഇവിടെ ഈ വിടുതലിന്റെ കാര്യം മാത്രമേ പറയുള്ളൂ നമ്മുടെ സഭകളിൽ. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ. അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ കോമൺ റെവലേഷൻ മാത്രമേ അവർക്ക് മനസ്സിലായിട്ടുള്ളൂ. ഞായറാഴ്ച ചർച്ചിലോട്ട് വന്നിട്ട് പറയുന്ന ഒരു വാക്യമാണ്, കഴിഞ്ഞ ഒരാഴ്ച തൊട്ട് കാലം മുഴുവൻ ഞങ്ങളെ ക്ഷേമമായിട്ട് പുലർത്തി. ശരിയാണ്. അനേകം ആൾക്കാർ മരിച്ചു പോയപ്പോൾ ഞങ്ങളെ മാത്രം ശേഷിപ്പിച്ചു. അതും ശരിയാണ്. പക്ഷെ ഇതിനിടയിൽ ചിലർ വിട്ടുപോയില്ലേ ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന്? അവര് എങ്ങോട്ടാ പോയത്? കർത്താവിന്റെ അടുത്തേക്കല്ലേ പോയത് വിശ്വാസികൾ. അപ്പൊ നമ്മൾ എന്തിനാ നന്ദി പറഞ്ഞേ? കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ നിന്നുള്ള കുറെ ആൾക്കാരെ നീ അങ്ങോട്ട് കൊണ്ടുപോയി, ഞങ്ങളെ കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ഇട്ടതിനായിട്ട് നന്ദി എന്നല്ലേ പറഞ്ഞു? അങ്ങനെയല്ലേ പറഞ്ഞു? അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? വിട്ടുപിരിഞ്ഞ് നിന്റെ കൂടെ ആയിരിക്കുന്ന എത്രയോ നല്ലത് കർത്താവെ എന്നല്ലേ പറയാൻ പാടുള്ളൂ. ഈ നമ്മൾ അവനെ അവൻ നമ്മളെ ഇത്രയും സ്നേഹിച്ചിട്ട് തിരിച്ച് അത്രയിലും പറയണ്ടേ, കർത്താവെ ജീവനോടെ ശേഷിപ്പിച്ചതിനായിട്ട് നന്ദി, ഇനി അങ്ങോട്ട് ചെന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ കർത്താവെ, നിന്റെ ഇഷ്ടം എന്ന് പറയണ്ടേ? അപ്പൊ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കഴുത്തിന് മുകളിൽ തലയുള്ളതിന് സ്തോത്രം എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള നന്ദി പറച്ചിലുകളെല്ലാം എവിടെ നിന്നാ വരുന്നതെന്നറിയോ? ഈ പ്രാകൃത മതത്തിൽ നിന്നാണ് വരുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നന്ദി പറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ഈ വർഷിപ്പ് ലീഡിങ്ങിന്റെ അവസാന ഭാഗം മാത്രമേ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇറ്റ് വാസ് റിയലി ടച്ചിങ്. കാരണം ദൈവത്തിന്റെ പുത്രത്തിലേക്കും ആ ഒരു ബന്ധത്തിലേക്കും നയിച്ചുകൊണ്ട് ഐ വാസ് വെരി ഹാപ്പി. ബട്ട് യൂഷ്വലി ദാറ്റ് ഡസന്റ് ഹാപ്പൻ. വർഷിപ്പ് ലീഡേഴ്സ് സാധാരണ പറയുന്നത് ഇത്രത്തോളം നടത്തിയ ദൈവത്തെ നമുക്ക് എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റും?
വർഷാന്തി മീറ്റിംഗ് ആണെങ്കിൽ പറയും കഴിഞ്ഞ ഒരു വർഷക്കാലം വൈബ്രേഷനൊക്കെ വേണം, ഇതിലേ അതിനകത്തൊരു എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ കർത്താവ് ചോദിക്കും, മോനെ ഒരു വർഷക്കാലം വിട്. അപ്പൊ വേറെ അപ്പച്ചൻ പറയും ഇത്രത്തോളം, അത് ചെറുപ്പകാലം തൊട്ടുള്ളതാണ് പറയുന്നത്. കാരണം ഈ ഒരു 50 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുവെ ദാരിദ്ര്യമായിരുന്നു, 50-60 വർഷമൊക്കെ മുമ്പ്. ആ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി അപ്പച്ചന്മാര് ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്നവർ ആ കാലഘട്ടത്തിൽ കടന്നു പോയവരാ. അപ്പൊ അവരും തിരിഞ്ഞു നോക്കുമ്പോൾ ശരിയാ, ഈ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷിച്ച കർത്താവ് ഇത്രത്തോളം നടത്തി, ശരിയാണ്. അപ്പൊ കർത്താവ് ഇതെല്ലാം കേട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കും, മക്കളെ ഇതൊക്കെ സമ്മതിച്ചു, പക്ഷെ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിനക്ക് വേണ്ടി നീ പാപിയായിരിക്കുമ്പോൾ ഞാൻ ക്രൂശിൽ മരിച്ച് എൻ്റെ രക്തം ഒഴുക്കി എൻ്റെ ജീവൻ തന്നെ ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് വേദനയോടെ പിടഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ നിനക്ക് തന്ന ഓർമ്മയുണ്ടോ മോനെ? അതിനൊരു നന്ദി എന്താ പറയാത്തെ? അത് ഞങ്ങൾ കർത്തൃമേശയുടെ സമയത്ത് പറയാറുണ്ട് കർത്താവേ. ബാക്കി എല്ലാ സമയത്തും ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്ക് എന്ത് മതി? നമുക്കത് ഓർമ്മയില്ല. നമ്മുടെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയി, കർത്താവിന്റെ വേദന മറന്നുപോയി, അവന്റെ ക്രൂശ് മറന്നുപോയി. അതെന്തുകൊണ്ടാണ് മറന്നുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തലമുറ, 2 തലമുറ, 3 തലമുറ ആയപ്പോഴേക്കും നമുക്ക് ഈ ഡെയിലി ബ്രെഡ് അല്ലാതെ നിത്യജീവന്റെ വചനം എന്ന് പറയുന്നത് നമ്മുടെ പെർസ്പെക്റ്റീവ് തന്നെ ഡിസപ്പിയർ ചെയ്തു. ഇതാണ് ഇന്ന് സഭകളിൽ കാണുന്നത്. അപ്പൊ ശരിക്കും വിശ്വാസം എന്താണെന്ന് പോലും നമുക്ക് കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഇത് മനസ്സിലാക്കുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ നിങ്ങൾക്ക് കർത്താവിന്റെ യഥാർത്ഥ ഫെയ്ത്ത് എന്താണെന്നും യേശു എന്തിനാ വന്നതെന്നും എനിക്ക് അവൻ എന്താ തന്നതെന്നും ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മിഷണറിയാണ്. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള സഭകളിൽ അത് അറിയുന്നില്ല. വൈ ഡിഡ് ജീസസ് കം? ഞാൻ ഇത് പറയാൻ കാരണം ഈ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ടാണ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ വരികയും ഇങ്ങനെ ആൾക്കാരെന്നെ അറിയുകയും ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഉള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല റിയലി. ഞാൻ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ വചനം പഠിപ്പിക്കും, ഡിസൈപ്പിൾസിനെ ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ കോളിംഗ്. അപ്പൊ അങ്ങനെ ഒരു ചർച്ചില്, കുണ്ടറ ചർച്ച് ഓഫ് ഗോഡിൽ പ്രസംഗിക്കുമ്പോൾ അവര് 6 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. അതാണ് അവർ ഈ യൂട്യൂബിൽ ഇട്ടത്, പല കഷ്ണമായിട്ട് മുറിഞ്ഞ് ഇങ്ങനെ വൈറലായി പോയതാണ്. അപ്പോ ഞാനിത് പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ കണ്ട ഈ അടുത്ത 1-2 വർഷങ്ങൾക്കുള്ളിൽ പോയ പല സഭകളിലും പിള്ളേരുടെ മീറ്റിംഗ്സിന്, ചിലപ്പോൾ സൺഡേ സ്കൂളിലൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരെ സംസാരിക്കാറുണ്ട്. ചില ചർച്ചിൽ ചെയ്യുമ്പോൾ അങ്ങനെ അവസരം ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ പിള്ളേരോട്, അതായത് സൺഡേ സ്കൂൾ പിള്ളേരല്ല, അവരുടെ ഇത്തിരി മുതിർന്ന യൂത്ത്സ്, അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എല്ലാ പ്രാവശ്യവും ചോദിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേദനയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമാധാനം നഷ്ടപ്പെടും. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേര് വീണ്ടും ജനിച്ചു എന്ന് ഉറപ്പുണ്ട്? അപ്പൊ ഒരു 40ഓളം പേര് കൂടുന്ന ഒരു യോഗമായിരുന്നു. അപ്പൊ അതിനകത്ത് 3 പേര് കൈപൊക്കി. ഞാൻ എങ്ങനെയാണ് വീണ്ടും ജനിച്ചത്? ആദ്യത്തെ ആൾ, ഫസ്റ്റ് ഞാൻ കഴിഞ്ഞ വർഷമാണ് സ്നാനപ്പെട്ട്, അപ്പോഴാണ് വീണ്ടും ജനിച്ചത്. ഓക്കെ. അടുത്തയാൾ, അത് ഈ വർഷം ആദ്യം എനിക്ക് അന്യഭാഷ ലഭിച്ചു, അതുകൊണ്ട് അപ്പോഴാണ് ഞാൻ വീണ്ടും ജനിച്ചത്. ഓക്കെ. 2 ഉത്തരവും തെറ്റാണല്ലോ? 2 ഉത്തരവും തെറ്റാണ്. അപ്പൊ അവർ വീണ്ടും ജനിച്ചതായിട്ട് അവർക്ക് അറിവില്ല. 3, ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, അത് അങ്കിളെ, ഞാൻ ICPFന്റെ ഒരു ക്യാമ്പിന് പോയപ്പോൾ അവിടെ ഒരു അങ്കിൾ പ്രസംഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു പാപിയാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപങ്ങൾക്കായി മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു, അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഇത് ശരിയാണല്ലോ. ആയില്ല, ശരിയായില്ല. ഇത് മാനസാന്തരം. ഓക്കെ, മാനസാന്തരമായി, ഞാൻ പാപിയാണെന്ന് ബോധ്യമായി, കർത്താവ് എനിക്ക് പകരം പാവമോചനം വരുത്തിയ കാര്യം ഓക്കെ. വീണ്ടും ജനനം അപ്പോഴും ആയിട്ടില്ല. വീണ്ടും ജനനം എന്താണ്? ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ, കർത്താവ് നമുക്ക് വീണ്ടും ഒരു ജന്മം തന്നു, ജീവൻ തന്നു, ഇനി നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്, നമ്മുടെ ശിക്ഷാവിധി എന്നേക്കുമായി നീങ്ങിപ്പോയെന്ന്, ഇനി നമ്മൾ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ജീവനാണെന്ന്, അത് ആത്മാവിനാണ് ജീവിക്കേണ്ടതെന്നും മോൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പഴയ ജീവൻ ഇനി ഇല്ല, ഇനി പുതുതാണ്, പഴയ ആളെ പോയി, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായോ? ആ കൊച്ചനോട് ഉടനെ ചോദിച്ചതാണ്, അങ്കിളെ ഇതിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ മാനസാന്തരം വരെ നമ്മൾ എത്തുന്നുണ്ട് ചില സഭകളിലേക്ക്. അതായത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഭാവം വരെ എത്തുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മുടെ ജീവൻ, യേശുവിന്റെ ജീവൻ, ആ ലൈഫ് നമ്മളിലേക്ക്, പുതിയ ജീവൻ, പുതിയ ജന്മം, ജീവൻ, അത് വരുന്ന കാര്യം, അത് പ്രസംഗിക്കപ്പെടാറില്ല. ദാറ്റ്സ് എ ഫാസ്റ്റ് ഡിസപ്പിയറിംഗ് ഡോക്ട്രിൻ. നമ്മുടെ ആ ഒരു കലീഡിയോസ്കോപ്പിൽ നിന്ന് അപ്രത്യക്ഷമായ
ഒരു ടീച്ചിങ് ആണ് വീണ്ടും ജനനം. ആലോചിച്ച് ദാറ്റ് വാസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ ഡോക്ട്രിൻ ഓഫ് ക്രിസ്ത്യൻ എക്സിസ്റ്റൻസ്. അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാനും പഠിപ്പിക്കാനും എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കാണുന്നത് 994 996 ഞാൻ പെന്തക്കോസ്റ്റിൽ ചേർന്ന് സ്നാനപ്പെടുന്നത്. 994 പെന്തക്കോസ്റ്റൽ ചർച്ചിൽ പോകുന്നതിന് മുമ്പ് വീണ്ടും ജനനം എന്താണെന്ന് മനസ്സിലാക്കാനും വീണ്ടും ജനിക്കാനും ദൈവം എനിക്ക് കൃപ തന്നു എന്നുള്ളത് ഞാൻ എപ്പോഴും ഓർക്കും. കാരണം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജനനം എന്ന് പറഞ്ഞൊരു പരിപാടി അങ്ങനെ നടക്കാറില്ല എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഏറ്റവും ദുരിതകരമായ കാഴ്ച. വി ഹാവ് എക്ലിപ്സ്ഡ് ദാറ്റ് ഡോക്ട്രിൻ. അത് തന്നെ ഇപ്പൊ കേൾക്കാനും ഇല്ല, കാണാനും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അപജയം നമ്മുടെ ചുറ്റുമുണ്ട്. അവർ ചിൽഡ്രൻ ഡു നോട്ട് നോ ഹൗ ടു ബി ബോൺ അഗെയിൻ. നിങ്ങൾ ഒരുപക്ഷെ കൂടുതൽ ആളുകളും ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നവരായിരിക്കുമല്ലോ. നമ്മളെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ആ നാട്ടുകാരാണ്. നിങ്ങൾ ഈ പോൾ വാഷർ എന്ന് പറഞ്ഞൊരു പ്രസംഗം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അമേരിക്കയിലൊക്കെ വളരെ പ്രശസ്തനായ ഒരു പ്രസംഗകനാണ് പോൾ വാഷർ. പോൾ വാഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാഷർ തന്നെ സ്പെല്ലിംഗ്. നിങ്ങളത് കേൾക്കുന്നത് നല്ലതാണ്. ഈ വീണ്ടും ജനനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈസ് എക്സ്പ്ലെയിനിങ് ഇറ്റ് വെരി വെൽ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു തീരുമാനമെടുത്ത് ഒരു പാപിയുടെ പ്രാർത്ഥന ചൊല്ലി നമുക്ക് രക്ഷിക്കപ്പെടാൻ പറ്റുന്നു. അങ്ങനെ ഒന്നും നമുക്ക് വീണ്ടും ജനിക്കാൻ പറ്റില്ല. ഒരു ഫ്ലഷിന്റെ ഡിസിഷനാൽ നമുക്ക് വീണ്ടും ജനിക്കാൻ പറ്റില്ല. ജഡത്തിന്റെ ഒരു തീരുമാനം, ഞാൻ തീരുമാനം എടുത്തു ബ്രദറെ, അങ്ങനെ വീണ്ടും ജനിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര പേര് ഒരു തീരുമാനം എടുത്ത് ജനിച്ചിട്ടുണ്ട്? 980 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല കേട്ടോ, എൻ്റെ കുറച്ചുകൂടെ മുമ്പാണ്. ഞാൻ എൻ്റെ പ്രായം നിങ്ങൾ ഗസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ചുമ്മാ 980 എന്ന് പറഞ്ഞു. 1980 ഞാൻ ഇതുവരെ ജനിച്ചില്ല. എന്നാ പിന്നെ ജനിച്ചേക്കാം. ഏത് അപ്പനും അമ്മയും വേണം? എന്നാ പിന്നെ ഇവിടെ ആയിക്കോട്ടെ. ഇങ്ങനെ തീരുമാനം എടുത്ത് ജനിച്ച എത്ര പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്? ആരുമില്ല. അങ്ങനെ ജനിക്കാൻ പറ്റില്ല. നോ വൺ ഈസ് ബോൺ ടേക്കിംഗ് എ ഡിസിഷൻ. ഇതൊക്കെ നമ്മൾ ആ ഒരു സുവിശേഷം എന്താണ് എന്ന് എസെൻഷ്യലി മനസ്സിലാകാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. വി നീഡ് ടു ലേൺ ദ എലമെന്ററി തിങ്സ്. ഞാൻ ഒരിത്തിരി കടന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. കാരണം ഐ തിങ്ക് ദിസ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ കം ബാക്ക് ടു ദ ബേസിക്സ്. wherever I start, I come back to the basics. ഓക്കെ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എങ്ങനെ വീണ്ടും ജനിക്കാം എന്നുള്ള ഒരു വാക്യം നമുക്ക് നോക്കാം. ഇത് എങ്ങനെ വീണ്ടും ജനിക്കാം എന്നുള്ള വാക്യമല്ല, എങ്ങനെ വീണ്ടും ജനിക്കാൻ പറ്റില്ല എന്നുള്ള വാക്യമാണ് ബേസിക്കലി. ഓക്കെ, John chapter 1 verse 12. All scriptures I shall read. ഞാൻ വായിച്ചാൽ എനിക്ക് ശരിയാവുള്ളൂ, അതാണ് പ്രശ്നം. ഓക്കെ, 1:12. But to all who did receive him, അവനെ കൈക്കൊണ്ട്, who believed in his name, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, he gave the right to become children of God. ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ വാക്യത്തിനകത്ത് തന്നെ പല തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ഈ പ്രസംഗിക്കുമ്പോൾ ഇവാഞ്ചലിസ്റ്റിക് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കാൻ കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. കേട്ടിട്ടുണ്ടോ? കർത്താവ് നിങ്ങളുടെ വാതിക്കൽ നിന്ന് മുട്ടുന്നുണ്ടോ? ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന്? ഇല്ല. നോ. അത് ലാവോദിക്യ സഭയുടെ ദൂതൻ എഴുതിയതാണ്. ലാവോദിക്യ സഭയുടെ ദൂതൻ എഴുതുക, കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഹൃദയത്തിന്റെ വാതിലല്ല, സഭയുടെ വാതിലാണ് കർത്താവ് മുട്ടുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ വീടിന് പുറത്തു നിന്ന് മുട്ടുന്നത്? അകത്തല്ലാത്തതുകൊണ്ട്. അകത്താണെങ്കിൽ നമുക്ക് പുറത്തെ ഡോർ മുട്ടാൻ പറ്റുമോ? ഇല്ല. കർത്താവ് വെളിയിൽ നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അകത്തില്ല എന്ന് തന്നെയാണ് അർത്ഥം. ലാവോദിക്യ സഭയുടെ ഒരു പ്രത്യേകതയാണ് ജീസസ് ഈസ് ഔട്ട്സൈഡ് എന്നുള്ളത്. അപ്പൊ കർത്താവിന്റെ ഈ മുട്ടൽ, നോക്കിംഗ്, ദാറ്റ്സ് എ സൈൻ ഓഫ് ജഡ്ജ്മെന്റ്, എ റെവലേഷൻ ദാറ്റ് ഹി ഈസ് ഔട്ട്സൈഡ്. അപ്പൊ നിങ്ങൾ പറയാം അങ്ങനൊന്നല്ല, ഞങ്ങൾ ഇടയ്ക്ക് കർത്താവിനെയൊക്കെ വിളിക്കാറുണ്ട് ബ്രദർ, ഞങ്ങളെപ്പോഴും ക്രിസ്തു. പക്ഷെ ഇന്നത്തെ ചർച്ചകളിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഈ ക്രിസ്തു ഇല്ലായ്മ ഉണ്ടെന്നുള്ളതാണ്.
ഞാൻ ഞായറാഴ്ച പല കൂട്ടായ്മകളിലും പോയിട്ട് എനിക്ക് മുഴുവൻ സമയം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആരോടും ഞാനൊന്നും പറയാറൊന്നുമില്ല, വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരു പ്രാവശ്യം മാത്രം ഞാൻ പറഞ്ഞു, എനിക്കൊരു നിവൃത്തിയില്ല. ഞാൻ ഇറങ്ങി പോകാൻ നേരത്ത് അവിടുത്തെ അസിസ്റ്റന്റ് പാസ്റ്റർ ഓടി വന്ന് എന്നോട് ചോദിച്ചു, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ബ്രദർ? എന്താ ഇങ്ങനെ ഞങ്ങൾ കർത്തൃമേശ തന്നിട്ടൊന്നും സ്വീകരിച്ചില്ല, എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? അവസാനം പോക്കറ്റ് മണി തന്നിട്ടും വാങ്ങിച്ചില്ല, ഇതെന്താണ് ഇതിന്റെ പ്രശ്നം എന്താണ്? ഞാൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, സ്റ്റേജിൽ നിൽക്കുന്ന എതിർ ക്രിസ്തുവാണ്, രക്ഷപ്പെടണമെങ്കിൽ ഓടിക്കണം പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അത്രയും ഒബ്വിയസ് ആയി പോയതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നാലും അസിസ്റ്റന്റ് പാസ്റ്റർ രക്ഷപ്പെട്ടു കേട്ടോ. പുള്ളി എന്നെ പിന്നെ ഫോൺ ചെയ്തായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടു എന്ന്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊരു നാട്ടിൽ വരുമ്പോഴേ, എനിക്ക് ഇംഗ്ലണ്ടിലെ കാര്യം അറിയില്ല, ഇംഗ്ലണ്ടിൽ വന്നു പോയേനെ കൊറോണ കാരണം. അപ്പൊ ഏതായാലും അങ്ങനെയായി. ഞാൻ ഒക്ടോബർ നവംബർ ആദ്യത്തെ ആഴ്ച അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. ഓക്കെ, പക്ഷെ വേണ്ട, നാട്ടിലോട്ട് വന്നാൽ മതി. നാട്ടിലോട്ട് നിങ്ങൾ വരുമല്ലോ, വരുമ്പോൾ ഇവിടെ ഉള്ള ഒരു ചർച്ചിൽ പോവാം. ചർച്ചിൽ പോയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ അവിടുത്തെ കുർബാന ഒന്ന് കാണുന്നു. പണ്ട് കാലത്ത് ഓർത്തഡോക്സുകാരായിരുന്നപ്പം കാനോച്ചൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഈ ഓർത്തഡോക്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നായിരുന്നു. നിങ്ങൾക്കറിയോ കാനോച്ചൻ? ചർച്ച് ഓഫ് ഗോഡിലൊരു അച്ഛനാണ്. അപ്പൊ അദ്ദേഹം പറയുമായിരുന്നു, സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എല്ലാ ഞായറാഴ്ചയും 4 ഓണമാണ്. വന്നോണം, നിന്നോണം, കണ്ടോണം, ഒക്കോണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ബാക്കിയെല്ലാം സ്റ്റേജിൽ അവർ ചെയ്തോളും. നമ്മൾ വന്നോണം, നിന്നോണം, ഇടയ്ക്കൊന്ന് ഇരുന്നോണം ഉണ്ട് കേട്ടോ, അത് പറഞ്ഞില്ല അവര്. കണ്ടോണം, പൊക്കോണം. ഇപ്പൊ പെന്തക്കോസ്റ്റിൽ ഏതാണ്ട് അങ്ങനെ ആയിട്ടുണ്ട്. വർഷിപ്പ് ടീം വരും, അവർ പാടിക്കോളും. നമുക്ക് അവരുടെ കൂടെ പാടാനൊന്നും പറ്റില്ല, അത് ഭയങ്കര പാട്ടായിരിക്കും. അതിന്റെ ട്യൂണെല്ലാം ഒരു ഇത്തിരി മാറ്റി അവർ പാടുള്ളൂ. വേറെ ആരും പാടരുത് അതിനു വേണ്ടിയാണ്. അത് ഭയങ്കര പ്രൊഫഷണൽ സിംഗിങ് ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ നിസ്സഹായരാ അതിന്റെ മുമ്പിൽ. പിന്നെ പ്രസംഗം എന്ന് പറയുന്നത് ഈ ബൈബിൾ കോളേജ് പഠിച്ച കുറെ ആൾക്കാർ, അവർ മാത്രമേ പ്രസംഗിക്കുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരുടെ ആരോടും ദൈവം ഇന്ന് സംസാരിക്കുന്നില്ല, അതുകൊണ്ട് അവരോട് മാത്രമേ സംസാരിക്കുന്നു. അപ്പൊ വേറെ ആരും ഒന്നും പറയുകയും വേണ്ട, ചെയ്യുകയും വേണ്ട. പ്രബോധനവും ഇല്ല, സാക്ഷ്യം ഇതൊന്നുമില്ല. സാക്ഷ്യം പറഞ്ഞാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിസ ശരിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഇതൊക്കെ ഉള്ളൂ. ഒരു ദൈവവചനത്തിന്റെ ആലോചന വിശ്വാസികളിൽ നിന്ന് കേൾക്കുന്ന സഭ എത്രയെണ്ണം ഉണ്ടെന്ന്. ഞാനൊരു ചർച്ച ചെന്നപ്പം അവിടെ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ, തുടങ്ങുന്ന പാസ്റ്റർ, പാട്ട് പാടുന്ന ലീഡ് ചെയ്യുന്ന പാസ്റ്റർ, കീബോർഡ് വായിക്കുന്ന പാസ്റ്റർ, മകൻ സങ്കീർത്തനം വായിക്കുന്ന പാസ്റ്റർ, പ്രബോധനമില്ല, പ്രസംഗിക്കുന്ന പാസ്റ്റർ, പാട്ടെടുക്കുന്നതും സ്വത്രാഴ്ചയുടെ പാട്ട് പാടുന്ന എല്ലാം പാസ്റ്റർ. ബാക്കിയുള്ളവരെല്ലാം വന്നോണം, നിന്നോണം, ഇരുന്നോണം, പൊക്കോണം. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, എന്റെ പാസ്റ്ററെ ഒരാള് ഒരു വാക്യം ഒരു 5 മിനിറ്റ് സാക്ഷ്യം പറയാൻ, പ്രബോധനം പറയാനില്ല. അപ്പൊ പാസ്റ്റർ പറയാൻ, എന്റെ ജോലി ഇവിടുന്ന് തീരാറായി, ട്രാൻസ്ഫറാണ്. ഇനി ഞാൻ ആരെ കൊണ്ടൊരു പ്രബോധനം പറഞ്ഞാൽ അതിന്റെ പേരിലായിരിക്കും ഇവിടെ അടി. ഞാൻ പറഞ്ഞു, എത്ര വർഷമായി സഭ തുടങ്ങിയിട്ട്? 40 വർഷമായി. ഈ 40 വർഷം കൊണ്ട് ഈ വിശ്വാസികൾ മുടക്കിയ പണം, നമ്മളൊരു 10,000 രൂപ കൊടുത്തൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ലാഭം നമുക്കുണ്ട്, കുറച്ചാളെങ്കിലും ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാൻ. ഈ വിശ്വാസികൾ ഇത്രയും പണം മുടക്കിയ ചർച്ച് പണിത്, മാസം തോറും പാസ്റ്റർമാർക്ക് ചെലവിന് കൊടുത്ത്, സുവിശേഷ വേലയ്ക്ക് പൈസ കൊടുത്ത്, വൻതോതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിശ്വാസി ഈ 40 വർഷം ഈ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരൊറ്റ മനുഷ്യന് എഴുന്നേറ്റ് നിന്ന് വഴക്കുണ്ടാക്കാതെ പ്രബോധനം നടത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ സഭയിൽ നിന്ന് തിരിച്ചു മേടിച്ചത്? അറ്റ്ലീസ്റ്റ് ഈ വഴി പോകുന്ന നമ്മൾ ഇപ്പൊ മേടിക്കുന്ന ഒരു മാസ്കിന്റെ പ്രയോജനമെങ്കിലും, ഒരു 10 രൂപയുടെ മാസ്കിന്റെ പ്രയോജനമെങ്കിലും സഭ ഉണ്ടായിട്ടുണ്ടോ? ഈ 2 പാട്ട് പാടി പ്രാർത്ഥിച്ച്, 2 പാട്ട് പാടി, യാഹ് നല്ല ഇടയൻ, അല്ലെങ്കിൽ യഹോവ ദൈവമാ വിശുദ്ധ ജാതിന, അത് സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ച്, സങ്കീർത്തനത്തിൽ നിന്ന് പറയുന്നത് ദാവീദിന്റെ കഥ പറഞ്ഞു. ദാവീദിന്റെ കഥ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പം പിന്നെ സാക്ഷ്യങ്ങളായി. സാക്ഷ്യങ്ങൾക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ വിസയുടെ കാര്യവും രോഗത്തിന്റെ കാര്യവും, എന്റെ വീട്ടിലെ കോഴി സുഖമില്ലാതിരിക്കുമായിരുന്നു, പ്രാർത്ഥിച്ചപ്പോൾ കോഴിക്ക് സൗഖ്യം. അത് ഞാൻ കേട്ടതാണ്, ലിറ്ററലി കേട്ടിട്ടുള്ള കാര്യമായിട്ട് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ സാക്ഷ്യമായിട്ട് പറയുന്നു. അത് കഴിഞ്ഞ് പ്രസംഗിക്കാൻ ഗസ്റ്റ് പാസ്റ്ററെ വിളിക്കുന്നു. ഗസ്റ്റ് പാസ്റ്റർ സെരുബാബേൽ സ്പെഷ്യലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ എസ്തേറിന്റെ കഥയാണ് പുള്ളിയുടെ, അല്ലെങ്കിൽ മോശയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇവരെ നിങ്ങൾ വിളിച്ചു നോക്കിയാൽ അവരുടെ ഏറ്റവും നല്ല പ്രസംഗമായിരിക്കും അവർ പറയുന്നത്. അല്ലാതെ കർത്താവിന്റെ വചനം ആലോചനയില്ല. അവരുടെ മിനിസ്ട്രി സ്ഥാപിക്കാൻ വേണ്ടി ഇന്ന് ഈ സഭകളെല്ലാം പ്രൊഫഷണൽ ആയി മാറിപ്പോയതുകൊണ്ട്, പാടുന്നത് പ്രൊഫഷണൽ, പ്രസംഗിക്കുന്ന പ്രൊഫഷണൽ, ഇതെല്ലാം അവരവരുടെ സ്റ്റാമ്പ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായതുകൊണ്ട് അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല പ്രസംഗം അവർ പ്രസംഗിക്കും. തിരിച്ച് നമ്മൾ വെള്ളോട്ട് ഇറങ്ങുമ്പം നമ്മുടെ ചർച്ചിൽ 2 യഹൂദന്മാരും കൂടെ ഉണ്ടായിരുന്നു വിചാരിച്ചു.
ഈ ഒരു യഹൂദൻ മറ്റേ യഹൂദനോട് പറയുക, എടാ നമ്മളെന്തിനാ മട്ടാഞ്ചേരി വരെ പോകുന്നു, നമുക്കിവിടെ കൂടാമല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു, എടാ ഇത് ക്രിസ്ത്യാനികൾ പെന്തക്കോസ്തുകാരുടെ സർവീസാണ്, നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ പറഞ്ഞു അത് മനസ്സിലായി. അല്ല പക്ഷെ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ആദ്യത്തെ പാട്ട് യഹോവ ദൈവമാം വിശുദ്ധ, അത് നമ്മളല്ലേ? യാഹ് നല്ല, അത് നമ്മുടെ 23 സങ്കീർത്തനല്ലേ? ദാവീദ് നമ്മുടെ രാജാവല്ലേ? ദാവീദിന്റെ രാജ്യം ഇനിയും വരുന്നു പറഞ്ഞല്ലേ നമ്മൾ നോക്കിയിരിക്കുന്നു. അതുപോലെ സെരുബ്ബാബേലിന്റെ അമ്പലം പണി, ടെമ്പിൾ പണി, അതല്ലേ നമ്മൾ ഇനി ടെമ്പിൾ പണിയാൻ വേണ്ടി നോക്കിയിരിക്കല്ലേ? നമ്മുടെ കാര്യങ്ങളല്ലേ ഇവർ മുഴുവൻ പറഞ്ഞത്. ഇതിനിടയ്ക്ക് നീ ശ്രദ്ധിച്ചോ, നമുക്ക് ഇടർച്ചയായ യേശു ക്രിസ്തു എന്നൊരു വാക്ക് ഇവരാരും പറഞ്ഞു ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ എന്നാ കുഴപ്പം? അപ്പൊ അത് ശരിയാണല്ലോ, ആ ക്രിസ്തു എന്നൊരു വാക്ക് ഇവർ പറഞ്ഞില്ലല്ലോ. ഇത് ചുമ്മാ കഥയല്ല, നിങ്ങൾ പോയി ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കി. ഒരു വലിയ പെർസെന്റേജ് സഭകളിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു പരാമർശം പോലും ഇല്ല. ആകെ പരാമർശിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ കർത്തൃമേശയായിരിക്കണം. കർത്താവ് പറയാണ്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, അകത്തില്ല. നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ്. കർത്താവ് അകത്തില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. നമ്മളിപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ കർത്താവിന്റെ മടിയിൽ ഇരിക്കുവാന്ന്. വി ഹാവ് പുഷ്ഡ് ഹിം ഔട്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. ഇതാണ് ഇന്നത്തെ സഭകളുടെ ഏറ്റവും വലിയ അപകടം. ക്രൈസ്റ്റ് ഈസ് നോട്ട് ദെയർ ഇൻസൈഡ്. എത്ര നാളായി കാണും എൻ്റെ സഹോദരന്മാരെന്ന് കൈ ഉയർത്തി, കർത്താവെ, നമ്മൾ ഇന്ന് വായിച്ച പോലെ ബലഹീനനായിരിക്കുമ്പോൾ തക്ക സമയത്ത് നിനക്കൊരാവശ്യമില്ലായിരുന്നിട്ട് നീ പ്യുവർ കരുണയാൽ എനിക്ക് വേണ്ടി മരിക്കാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ നീ കാണിച്ച കരുണയോർത്ത് നിന്നെ ഞാൻ സ്തുതിക്കുന്ന കർത്താവെ. അതല്ലായിരുന്നു ഞാൻ നശിച്ചു പോയാനെ. നിന്റെ ജീവനാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. ആ ജീവനെ എനിക്ക് തന്നതിനായി സ്തോത്രം എന്ന് പറയാതെ എത്രയാഴ്ചകൾ. And no one is missing it. ആരും അറിയുന്നില്ല ഈ കർത്താവ് ഇവിടുന്ന് ഡിസപ്പിയർ ചെയ്തു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നിക്കാണും, പക്ഷെ ഐ എം ഫീലിംഗ് ദാറ്റ് പെയിൻ നൗ. ഇത് എന്തുകൊണ്ടാണ് ഇല്ലാതായി പോകുന്നത്? പെൻഡക്കോസ്റ്റൽ ചർച്ച് ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ പെൻഡക്കോസ്റ്റൽ, ബട്ട് ലെസ് ആൻഡ് ലെസ് ക്രിസ്ത്യൻ. ക്രിസ്തു ഇല്ലാത്ത ഒരു പൊള്ളയായ ഒരു ഡിനോമിനേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ വഴുതി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയില്ല എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടതെന്ന് പോലും. ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒമാനിൽ ഒരു ചർച്ചിൽ പോയപ്പോഴും, ഒമാൻ പെൻഡക്കോസ്റ്റൽ അസംബ്ലി, അവിടെ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ, നിങ്ങളോടും പറയാം, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങളെ ആൾക്കാർ വല്ലാതെ ബഹുമാനിക്കും. പാസ്റ്റേഴ്സ് ബഹുമാനിക്കും, നിങ്ങളുടെ സഭയിലെ ആൾക്കാർ വല്ലാതെ ബഹുമാനിക്കും. കാരണം നിങ്ങളുടെ കൂടെ വിറ്റാമിൻ എം ഉണ്ട്. അത് അവരുടെ കയ്യിൽ അത്ര ഇല്ല. ഇല്ലാത്തതല്ല, കേരളത്തിലെ ആൾക്കാർ അങ്ങനെ എം എടുത്ത് ചെലവാക്കാറില്ല. അവർ വിചാരിക്കുന്ന NRIs ഉണ്ടല്ലോ, അവർ തരട്ടെ എന്നാണ്. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രാവശ്യം കേരളത്തിൽ പോകുമ്പോൾ അവരോട് പറയണം, ഈ പ്രാവശ്യം മാമോൻ കൊണ്ടുവന്നിട്ടില്ല, കർത്താവുമായിട്ടാണ് വരുന്നത്. കർത്താവിന്റെ സുവിശേഷം മാത്രമേ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഉള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര പേര് നിങ്ങൾക്ക് സഭയിൽ അവസരം തരുമെന്ന് എന്നോട് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു റിയാലിറ്റിയാണ്. മണി ഈസ് വർഷിപ്ഡ്, മണി ഈസ് ഓണേഡ്, ആൻഡ് ദോസ് ഹു ഹാവ് മണി ഗെറ്റ്സ് പ്രൈം പൊസിഷൻസ് ഇൻ ദ ചർച്ച്. ഇതിനെയാണ് സൈമണി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, സൈമണി എന്ന് പറഞ്ഞ വാക്ക് ഇംഗ്ലീഷിലുണ്ട്. നിങ്ങൾ ഇംഗ്ലണ്ടിലായതുകൊണ്ട് കേട്ടിട്ടുണ്ടാവും ഇഷ്ടം. സൈമണി എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മുടെ അപ്പോസ്തല പ്രവർത്തികളിൽ ഒരു ശീമോൻ ഉണ്ടായിരുന്നല്ലോ, പൈസ കൊടുത്തിട്ട് ശുശ്രൂഷ വാങ്ങിക്കാൻ ശ്രമിച്ച ആള്. പൈസ എവിടെ കൊടുത്താലും നമുക്ക് ശുശ്രൂഷ കിട്ടും. അറ്റ്ലീസ്റ്റ് ആശീർവാദം പറയാനെങ്കിൽ 1 മിനിറ്റ് കിട്ടും, നമുക്ക് സ്റ്റേജിൽ വന്ന് കയറാൻ പറ്റും. സൈമണി. ഞാനിതെല്ലാം പറഞ്ഞത് ഡിസപ്പിയറിങ് ക്രൈസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയാണ്. ക്രിസ്തു മിസ്സിങ് ആവുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടി. നമ്മുടെ ജീവിതങ്ങളിൽ യേശുവിന്റെ ജീവൻ ഇല്ലാതായി പോകുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇവിടെ കർത്താവ് പറയാണ്, അവനെ കൈക്കൊണ്ട്. ദാറ്റ് മീൻസ് ക്രൈസ്റ്റ് ഹാസ് ടു കം ഇൻ ടു യുവർ ലൈഫ്. വാതിൽ തുറന്ന് അകത്തൊരു സിംഹാസനം ഇട്ട് ഇരുന്നാ പോരാ. അങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. രാവിലെ 5:30 ആകുമ്പം നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരിക്കും. അല്ല 5-ന്, അല്ല 4:30 അല്ലേ? പ്രാർത്ഥിക്കുമായിരിക്കും. അപ്പൊ കർത്താവ് കൃത്യമായിട്ട് കർത്താവിനോട് നമ്മൾ സംസാരിക്കും. കർത്താവ്, ഞാൻ ഇന്നലത്തെ പോലെ ഇന്നും 5 മണിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കർത്താവ് പറയാം, നീ വന്നിട്ടുണ്ട് എനിക്കറിയാം, അതിന്റെ ഗമ നീ എല്ലാവരും കാണിക്കുന്നുണ്ട്. 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവൻ എന്ന ഗമ അത് ഞാൻ കാണുന്നുണ്ട്. കർത്താവ് അത് നമ്മൾ, പക്ഷെ കർത്താവ് അത് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. കർത്താവ് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നു, എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. ഓക്കെ. 6 മണിയാകുമ്പോൾ എൻ്റെ പ്രാർത്ഥന തീരും. ഓക്കെ. ഞാൻ അതിനിടയ്ക്ക് ബൈബിളും വായിക്കുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പം നിന്നെ എന്ന് കാണാം? നാളെ രാവിലെ വരാൻ കർത്താവ്. 6 മണിയായപ്പോൾ ഡോർ അടിച്ചു, വെളിയിറങ്ങി. ഇനി കർത്താവിനെ കാണുന്ന പിറ്റേ ദിവസം രാവിലെയാണ്.
ഇതൊരു ഐഡോലേറ്ററിയാണ്. കർത്താവിനെ നമ്മൾ രാവിലെ കണ്ടു, പിറ്റേ ദിവസം കണ്ടു, എല്ലാ ദിവസവും രാവിലെ കാണുന്നുണ്ട്. അത് അങ്ങനെയല്ല കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് രാവിലെ 1 മണിക്കൂർ നിങ്ങളെ കാണാൻ വേണ്ടി ഈ മറ്റു ദൈവങ്ങളും ദർശനം തരുന്ന പോലെ ഇരിക്കുവല്ല. ദാറ്റ്സ് എ മിസ്കൺസെപ്ഷൻ. അങ്ങനല്ല കർത്താവ് നമ്മൾ വസിക്കുന്നത്. അവൻ നമ്മുടെ ജീവനായി മാറുകയാണ്. ജീവനായി മാറുകയാണ്. ഹി ബിക്കംസ് മൈ ലൈഫ്. ഞാൻ ജീവിക്കുന്ന ജീവിതം, ഈ പുതിയ ജീവൻ, പുതിയ സൃഷ്ടി, അത് അവന്റെ ജീവൻ എന്റെ ജീവനായി മാറുക, എന്റെ ജീവിതമായി മാറുക. അതാണ് കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരിക എന്ന് പറഞ്ഞ അർത്ഥം. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഐ ആം റിസീവിങ് ഹിസ് ലൈഫ്. അവൻ തന്നത് അതാണ്. അവൻ ജീവനാണ് തന്നത്, അല്ലാതെ ദർശനമല്ല തരുന്നത്. ഹീസ് നോട്ട് ഐഡൽ. ഹീസ് നോട്ട് an idol to give me ദർശനം. ഹീസ് the Lord who gives me life. And that's a huge difference. നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുന്നതല്ല ക്രിസ്ത്യാനിറ്റി, ജീവിക്കുന്നതാണ്. അവിടെ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ജീവന് പകരമായി വാഴുന്നതാണ്. ആ കൈക്കൊള്ളുക എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഓ ലോർഡ് ഐ അക്സെപ്റ്റ് യു ആൻഡ് റിജക്ട് മൈസെൽഫ്. കർത്താവ്, ഞാൻ നിന്നെ സ്വീകരിക്കുന്നു, എന്നെ കളയുന്നു. കർത്താവ്, എന്നെ ഞാൻ ത്യജിക്കുന്നു, എനിക്ക് നീ മതി. ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് യു. കർത്താവെ, ഞാനല്ല, ക്രിസ്തു അത്രേ. നിങ്ങളോട് സത്യം പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല. ബാക്കി കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞോളൂ. അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത്: അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ അവകാശം കൊടുത്തു, അധികാരം കൊടുത്തു. അടുത്ത വാക്യം, അവൻ അത് രക്തത്തിൽ നിന്നല്ല. അപ്പൊ മക്കൾ ഉണ്ടാകുന്നത് എങ്ങനെയല്ല? രക്തത്തിൽ നിന്നല്ല. അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ ഒരു അപ്പനും അമ്മയും വിശ്വാസിയാന്ന് വിചാരിച്ച് മക്കൾ ഓട്ടോമാറ്റിക് വിശ്വാസികളാവില്ല. അവർക്കൊരു കൃപയുണ്ട് തീർച്ചയായിട്ടും, അവർ സുബോധത്തിൽ വരുന്നവരെ. പക്ഷേ അടുത്ത വാക്യമാണ് കൂടുതൽ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജഡത്തിന്റെ ഇഷ്ടത്താലും അല്ല, നോട്ട് ബൈ ദ വിൽ ഓഫ് ദ ഫ്ലഷ്. ഇതാ ഞാൻ ആദ്യം പറഞ്ഞു, തീരുമാനം എടുത്ത് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന്. യുവർ ഫ്ലഷ് കനോട്ട് ടേക്ക് എ ഡിസിഷൻ ടു ബി ബോൺ അഗെയിൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രസംഗത്തിന്റെ അവസാനം പറയുന്നു? അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോൾ വാഷർ എന്ന് പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രസംഗം ഒന്ന് കേൾക്കണം. അറ്റ് ദ എൻഡ് ഓഫ് ദ സെർമൺ എവരി വൺ സേസ് ഓൾട്ടർ കോൾ. നിങ്ങൾ തീരുമാനമെടുക്കൂ, ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാതെ. വൈബ്രേഷൻ. എനിക്ക് അത്ര എക്സ്പെർട്ടൈസ് ഇല്ല അതിനകത്ത്. നിങ്ങൾ വീട്ടിലേക്ക് പോകരുത്. തീരുമാനം എടുത്താലും ഒന്നും സംഭവിക്കരുതെന്ന് പിശാചിനറിയാം. കാരണം നമ്മൾ തീരുമാനം എടുത്തിട്ട് അത് തകർക്കുന്നതിൽ എക്സ്പേർട്സ് ആണ്. നിങ്ങൾ എത്ര തീരുമാനം എടുത്താലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ അതിന്റെ ഇമ്പാക്ട് നിൽക്കില്ല എന്നുള്ളതാണ് പൊതുവായ കാര്യം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ആ തീരുമാനം എടുത്തത്, പക്ഷേ അതിന്റെ എഫക്റ്റ് മറന്നുപോകും. അത് നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കർത്തൃമേശ എടുക്കാൻ നേരത്തെ ഒരു മാനസാന്തരം കേരളത്തിൽ പതിവാണ്. ഈ കേരളത്തിന് വെളിയിലുള്ള സഭകളോട് പറയുമ്പോൾ എനിക്ക് അത്ര ഉറപ്പില്ല, നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. കേരളത്തിൽ അങ്ങനെയാണ്. ഈ കർത്തൃമേശയുടെ മുമ്പ് ഒരു 10 മിനിറ്റ് ഉണ്ട് പടപടപടാന്ന് മാനസാന്തരപ്പെടുന്ന കാണാം. ആ സമയത്ത് പാസ്റ്റർ പറയും, ഈ യോഗ്യത ഇല്ലാതെ അപ്പം എടുത്താൽ നിങ്ങൾ പലരും തട്ടിപ്പോവും, പലരും ഉറങ്ങിപ്പോയ പിന്നെ എഴുന്നേക്കില്ല, പിന്നെ പലർക്കും രോഗം വരും, അങ്ങനെ പലരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അവിടെ ഇങ്ങനെ സംഭവിച്ചു, ഇവിടെ അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും എന്തായാലും മാനസാന്തരപ്പെട്ടേക്കാം. പെട്ടെന്ന് ഓർമ്മ വരും, ഞാൻ ഭാര്യയുടെ വർക്ക് ഉണ്ടാക്കിയിട്ടാണ് രാവിലെ വന്നത്, ഇതുവരെ മിണ്ടിയിട്ടില്ല, ആദ്യം മിണ്ടിയേക്കാം. ഭാര്യ നോക്കി ചിരിച്ചാലും മതി, പക്ഷെ അവൾ നോക്കുന്നില്ല. എന്തെങ്കിലും ആട്ടെ, കർത്താവ് എന്നോട് ക്ഷമിക്കണേ, ഇനി മേലെ ഞാൻ നന്നായിക്കോളാം. ഞാൻ കുറെ ആൾക്കാരുടെ വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അവരോടെല്ലാം ഈ മേലെ ഞാൻ വഴക്കുണ്ടാക്കില്ല. കർത്താവെ, എന്നോട് ഇത് തിന്നുന്ന വഴി ഞാൻ തട്ടിപ്പോകല്ലേ, കർത്താവെ എന്നെ കാത്തുകൊള്ളണേ. പെട്ടെന്ന് മാനസാന്തരപ്പെട്ടു. 3 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ ശേഷമാണ് മാനസാന്തരപ്പെട്ടു. അപ്പം എടുത്ത് വീട്ടിലോട്ട് ചെന്നു കഴിഞ്ഞപ്പം വീട്ടിലെ പിള്ളേർ ക്രിക്കറ്റ് കാണാൻ വേണ്ടി TV ഓൺ ചെയ്തു. ഉടനെ അമ്മ, ചർച്ചയിൽ നിന്ന് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും ഞാൻ TV ഓൺ ചെയ്തു. അതിനർത്ഥം എന്താ? ഒരു 6 മണി ആവട്ടെ, അന്നേരം ഓൺ ചെയ്യാം. കാരണം ഇപ്പം നമ്മൾ ആ ഹാങ് ഓവറിലാണ്. ഈ ഹാങ് ഓവർ മാറി നമ്മൾ നോർമൽ ആകാൻ ഒരു 5-6 മണിക്കൂർ എടുക്കും. അപ്പൊ അത് കഴിഞ്ഞ് നോർമലായി കഴിഞ്ഞ് നീ വെച്ചോ. ഇപ്പൊ നമ്മൾ നോർമൽ അല്ലാതിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജിൽ നീ ഒരിക്കലും ഓൺ ചെയ്യരുത്. കാരണം ആ ചർച്ചിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. അത്രേ ഉള്ളൂ നമ്മുടെ തീരുമാനത്തിന്റെ വാല്യൂ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ അന്ന് കർത്തൃമേശ എടുത്ത് ഓർമ്മ കാണും, പക്ഷേ ആ തീരുമാനം എടുത്തപ്പോണ്ടെ കരച്ചിലുണ്ടല്ലോ, ആ വികാരം ഉണ്ടല്ലോ, ഇമോഷണൽ മെമ്മറി, അത് ഇതെല്ലാം മനുഷ്യന്റെ തീരുമാനം എടുക്കില്ല. പണ്ടെങ്ങാണ്ട് രക്ഷിക്കപ്പെടാൻ തീരുമാനം എടുത്താൽ അത്രേ. പക്ഷെ ആ തീരുമാനം എടുത്ത സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. പിന്നെ വളർന്നൊന്നുമില്ല, കാരണം തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് അകത്ത് വീണ്ടും ജന്മം സംഭവിച്ചില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, ജീവനുള്ളതിന്റെ അടയാളം എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ എഴുതിയിരുന്ന അവ വളരുന്നു.
ഇത് 20 വർഷം കഴിയുമ്പോഴും ആദ്യ സ്നേഹം കൈവിട്ടു പോയതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നോ ഗ്രോത്ത്, നോ പാഷൻ. എന്താ കാരണം? നമ്മൾ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞ പലരും സ്റ്റിൽ ബോൺ ആയിരുന്നു. എന്തോ നടന്നു, പക്ഷെ ജീവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. എ ചൈൽഡ് വാസ് ദെയർ ബട്ട് നോ ലൈഫ്, സ്റ്റിൽ ബോൺ. അങ്ങനെ അനേകം സ്റ്റിൽ ബോൺ ഇൻ ദ ചർച്ച് വിത്തൗട്ട് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് അടുത്ത നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പവർ ഇല്ലാത്ത, ക്രിസ്തു ഇല്ലാത്ത, ക്രിസ്തു വാഴാത്ത, ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലേക്ക് വരാത്ത സഭകൾ. നിങ്ങളൊരു പ്രൊഫസി ആയിട്ട് എടുത്തോ. ഇത് പ്രൊഫസി തന്നെയാണ്. കാരണം ഞാനൊരു സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുന്ന ആളല്ല. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഐ ഡോണ്ട് ഹാവ് എ സ്ക്രിപ്റ്റ് and I don't have a Bible with even one word underlined. Nothing. I don't even have even a pen or a note paper. Nothing. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് നിന്ന് പോയ എന്നായി? ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് പോകും. കാരണം കർത്താവിന് നിങ്ങളോട് സംസാരിക്കേണ്ട, പിന്നെ ഞാൻ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അധികാരം കൊടുത്ത്, രക്തത്തിൽ നിന്നല്ല, അത് തീരുമാനം എടുത്തിട്ടുമല്ല. പുരുഷൻ തീരുമാനിച്ചാലും പോരാ. എന്റെ വീട്, ഞങ്ങൾ ഇനി പെന്തക്കോസ് വല്ല പോകുന്നെന്ന് ഞാൻ തീരുമാനം എടുത്തിരിക്കുക. ഭാര്യയും പുറകെ വന്നോളൂ, പോരാ. ഇങ്ങനെ ഒന്നും ഒരാൾക്ക് വിശ്വാസിയാകാൻ പറ്റത്തില്ല. വീണ്ടും ജനിക്കാനും പറ്റില്ല. നിക്കോദെമോസിനോട് കർത്താവ് പറയുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്ത് കർത്താവ് പറയുന്നുണ്ട്. വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ പറയുന്നത്, എങ്ങനെ അല്ലാന്ന് ഇവിടെ പറയുന്നു. എങ്ങനെയാണെന്ന് പറയുന്നത് നിക്കോദെമോസിനോട്, വെള്ളത്താലും ആത്മാവിനാണ്. വാട്ടർ ആൻഡ് സ്പിരിറ്റ്. ഈ വെള്ളത്താലും ആത്മാവിനാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. നമ്മൾ ഈ വചനം വളരെ സൂക്ഷിച്ച് വായിച്ചാൽ നമുക്ക് ആ വാക്യത്തിൽ തന്നെ ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളതിന്റെ ക്ലൂ അവിടെ തന്നെ കാണും. നമ്മൾ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്, അതിനകത്തുള്ള പ്രോസസ്സ് എന്താണ്? 2 പ്രോസസ്സാണുള്ളത്. ഒന്ന് വാട്ടർ, മറ്റൊന്ന് സ്പിരിറ്റ്, ആത്മാ. നിക്കോദെമോസ് അവനോട് 4-ാം വാക്യം, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്ന എങ്ങനെ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിനമ്മ യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയില്ല. ജനിക്കണം. സത്യം പറഞ്ഞ കർത്താവ് എന്താ പറഞ്ഞറിയോ? കേരളത്തിൽ, എഗെയിൻ കമ്മിങ് ബാക്ക് ടു കേരള, ഇവിടെ ഒരു ചൊല്ലുണ്ട്. ചൊല്ലല്ല, ചില സമയത്ത് ആൾക്കാർ പറയുന്നൊരു വാക്യമുണ്ട്, എടാ എന്നെ തോപ്പിക്കണമെങ്കിൽ നീ രണ്ടാമത് ഒന്നുകൂടെ ജനിക്കണം. കേട്ടിട്ടുണ്ടോ ഇത്? ഇതൊരു സ്റ്റാൻഡേർഡ് ഡയലോഗാ. ഈ ജന്മം ഒന്നും പോരാ പറയാറുണ്ടല്ലേ? ഇതാ കർത്താവ് എക്സാക്ട്ലി ഇതാ പറഞ്ഞു. ദൈവരാജ്യത്തിൽ കയറണോ? ഈ ജന്മം കൊണ്ട് പറ്റിയിരുന്നു. നിക്കോദെമോസ് ഞെട്ടിപ്പോയി. നിന്റെ ഈ ജന്മം കൊണ്ട് ദൈവരാജ്യത്തിൽ കയറാൻ പറ്റില്ല, അതിന് നീ വീണ്ടും ഒന്നുകൂടെ ജനിക്കണം. എന്ത് ഭയങ്കര കഠിനമായിട്ടല്ലേ കർത്താവ് പറഞ്ഞത്? നിക്കോദെമോസ് ചോദിച്ചു, ഞാൻ ഇത്രയും പ്രായമായാലും ഇനി ഒന്നുകൂടെ ജനിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഒന്നുകൂടെ ജനിച്ചാൽ കൊള്ളാമെന്ന്? ഒന്നും കൂടെ ജനിച്ച് ഒന്നുകൂടെ കുഞ്ഞായിട്ട് ഓടിപ്പാഞ്ഞ് നടന്ന് ഒന്നും കൂടെ LKG പോയി ആദ്യം തൊട്ട് ഒന്നുകൂടെ പഠിച്ച് ഉഴപ്പൊക്കെ നിർത്തി മാവേലി കല്ലെറിഞ്ഞ് നടന്ന കാലം വിട്ട് കളഞ്ഞിട്ട് എല്ലാം നല്ലപോലെ അപ്പനമ്മയും പറയുന്നത് അതുപോലെ പഠിച്ചിട്ട് നല്ല മാർക്ക് മേടിച്ച് കുറച്ചുകൂടെ റാങ്ക് ഒക്കെ മേടിച്ച് പാസ്സായി കുറച്ചുകൂടെ നല്ലൊരു ജോലി കിട്ടി കുറച്ചുകൂടെ നല്ലൊരു കല്യാണം കഴിച്ച് എനിക്ക് ഗതി വന്നല്ലോ, അതെല്ലാം മാറിപ്പോയനെ അല്ലേ? പക്ഷെ ജഡത്തിൽ അങ്ങനെ രണ്ടാമത് ജനിക്കാൻ ചാൻസ് തരുന്നില്ല. പക്ഷെ കർത്താവ് വേറൊരു ചാൻസ് തരുന്നുണ്ട്, ക്രിസ്തുവിൽ ഒന്നുകൂടെ ജനിക്കാൻ. അതൊരു വഴിയുണ്ട്. അപ്പൊ നിക്കോദെമോസ് ചോദിക്കും, ഞാൻ എങ്ങനെ രണ്ടാമത് ഇനി അമ്മയുടെ വയറ്റിൽ കിടന്ന് ജനിക്കാൻ പറ്റും ചോദിക്കുമ്പോൾ കർത്താവ് പറയാണ്, വെള്ളത്താൽ ആത്മാവിനും വീണ്ടും ജനിക്കാൻ പറ്റും. അതാണ് എന്റെ വഴി. അങ്ങനെ നിങ്ങൾ വീണ്ടും ജനിച്ചാൽ മതി. അങ്ങനെ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ നിക്കോദെമോസിനോട് കർത്താവ് തുടർന്നും പറയാണ്, ജഡത്താൽ ജനിച്ച എല്ലാം ജഡമാണ്, അതുകൊണ്ട് ജഡത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അതിന്റെ കാരണമുണ്ട്. ഈ ജഡം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജഡം എന്ന് പറയുന്നത് മനസ്സല്ല, ശരീരമല്ല. പിന്നെ എന്താണ് ജഡം? പറയാമോ? പറയണ്ട. എങ്ങനെ പറയാനാ? എല്ലാവരും മ്യൂട്ടല്ലേ? പറയണ്ട, ഞാൻ പറയാം. ജഡം എന്ന് പറയുന്നത് ആത്മാവില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ശരീരവും മനസ്സും കൂടെ കൂടിച്ചേർന്ന് നടത്തുന്ന ഭരണമാണ് ജഡം എന്ന് പറയുന്നത്. ആ എഗ്രിമെന്റിനാണ് നമ്മൾ ജഡം എന്ന് വിളിക്കുന്നത്. ബോഡി ആൻഡ് മൈൻഡ്.
ഇത് തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് ജഡം എന്ന് പറയുന്നത്. ജഡത്താൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഐദർ ബൈ മൈൻഡ് ഓർ ബൈ ബോഡി ഓർ ബൈ എ ജോയിന്റ് വെഞ്ചർ ബിറ്റ്വീൻ ബോഡി ആൻഡ് മൈൻഡ്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുമായിരിക്കും. എനിക്ക് ഇവിടെ നിന്ന് തോപ്പുംപടി വരെ പോകാൻ, നടന്നു പോകാൻ, തോപ്പുംപടി, എറണാകുളം തോപ്പുംപടിയുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. തോപ്പുംപടി വരെ നടന്നു പോകാൻ ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്, അല്ല 2 കിലോമീറ്റർ ഉണ്ട്. ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഭയങ്കര കൂലിയാണ്. 50-60 രൂപ, ചിലപ്പോൾ 100 രൂപ, 50 രൂപ എന്ന് വിചാരിച്ചു, അല്ല വേണ്ട 40 രൂപ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്റെ ശരീരം ലോകത്തിൽ എല്ലാവരുടെയും ശരീരം പോലെ സുഖം ആഗ്രഹിക്കുന്ന ശരീരമാണ്. എവിടെയെങ്കിലും ചാരി ഇരുന്ന് പോകണം എന്നാണ് ആഗ്രഹം. പക്ഷെ ആകെ കയ്യിലുള്ളത് 50 രൂപയാണ്. ഓക്കെ, അപ്പൊ ശരീരം പറയാണ് മനസ്സിനോട്, ഒരു തോട്ട് കൊടുക്കുകയാണ്, ഓട്ടോ വിളിച്ച് പോവാം. അപ്പൊ മനസ്സ് പറയും ആകെ 50 രൂപ കൊണ്ട് എങ്ങനെ പോകും? 40 രൂപ ഒരു സൈഡിലോട്ട് ഓട്ടോയ്ക്കാവും. പറയും എനിക്ക് നടക്കാൻ വയ്യ അത്രയും ദൂരം, 4 കിലോമീറ്റർ. ശരീരത്തിന്റെ കംപ്ലൈന്റ്. അത് നമ്മൾ അറിയുന്നില്ല കേട്ടോ, വളരെ ഫാസ്റ്റ് ആയിട്ട് ബ്രെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കും. അപ്പൊ മനസ്സ് പറയും വഴിയുണ്ട്, അങ്ങോട്ട് നടക്കാം. നടക്കുമ്പോൾ മടുക്കുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാം, 10 രൂപ. തിരിച്ചൊരു ഓട്ടോ എടുത്തിങ്ങ് പോരാം. കറക്റ്റ്. അതാണ് മനസ്സും ശരീരവും തമ്മിലുള്ള എഗ്രിമെന്റ്. മനസ്സ് പറയാം, ശരീരം പറയാം ഓക്കെ ശരി ആയിക്കോട്ടെ, ഓ എന്നായിരുന്നു നല്ല ജോലി കിട്ടിയിട്ട് ഒരു 80 രൂപ കൈ കിട്ടിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വാ, എന്നാ പിന്നെ എന്തേലും ആയിക്കോട്ടെ. മനസ്സങ്ങ് എഗ്രി, ശരീരം അങ്ങ് എഗ്രി ചെയ്യും. ഇങ്ങനെ ഒരു കോംപ്രമൈസിലാണ് നമ്മൾ ഈ ജീവിതം മുഴുവൻ ജീവിക്കുന്നത്. നിങ്ങളൊരു കടയിലോട്ട് ചെന്നു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ, അവർ പറഞ്ഞു ഇത് 50,000 രൂപ. ഓ സൂപ്പർ ഫോണാ, കയ്യിൽ 10,000 രൂപ ഉള്ളൂ. അപ്പൊ ശരീരം പറയും അത് കാണാൻ നല്ല രസമുണ്ടല്ലോ, അത് കുറെ ഫങ്ഷൻസ് ഉണ്ടല്ലോ. അവിടെ മനസ്സ് പറയും 10,000 രൂപ കൊണ്ട് അങ്ങോട്ട് മേടിച്ചാൽ നമ്മൾ പിന്നെ ലോൺ ആയിപ്പോയി, അതുകൊണ്ട് നമുക്ക് പിന്നെ ജീവിക്കാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ബുദ്ധിയോടെ നമുക്ക് തീരുമാനിക്കാം, അതിനകത്തുള്ള മിക്കവാറും പണികളെല്ലാം ഇതിനകത്ത് നടക്കും, അതുകൊണ്ട് ഇത് മതി. ഓക്കെ, എന്നാ മതിയെങ്കിൽ മതി, തൽക്കാലം കർത്താവെ സഹായിക്കണേ, എന്റെ വഴി തുറന്നു തരണേ, പ്രാർത്ഥിച്ചിട്ട് അത് മേടിച്ചുകൊണ്ട് പോകും. ഇതാണ് ജഡജീവിതം. രാവിലെ നല്ല കളർ ഷർട്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, ഇട്ടാലോ? വേണ്ട, ഞായറാഴ്ച വേണ്ട. ഞായറാഴ്ച ഇട്ട് ആൾക്കാർ വിചാരിക്കും നിങ്ങളല്ല ന്യൂ ജനറേഷൻ ആണ്, അതുകൊണ്ട് വെള്ള തന്നെ ഇട്ടേക്കാം. എന്നാ പിന്നെ ആയിക്കോട്ടെ, ഇനി വല്ല കല്യാണം, ഇനിയെങ്കിലും പെട്ടെന്ന് കല്യാണം വന്നാൽ മതിയായിരുന്നു, ഇടായിരുന്നു. അപ്പൊ കല്യാണത്തിന് പോകുമ്പോൾ ആരും ചോദിക്കുന്നില്ല, അപ്പോൾ പുതിയ ഷർട്ടാണല്ലോ ആരും പറയുന്നില്ല, കാണുന്നവരും പരിചയമുള്ളവരൊന്നും പറയുന്നില്ല, ഛേ കഷ്ടമായി വെറുതെ പൈസ മുടക്കി. ഇങ്ങനെ ഇതാണ് ഈ ജഡജീവിതം എന്ന് പറയുന്ന സാധനം. ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ശരീരത്തിന് എല്ലാ സുഖം വേണം, മനസ്സ് കുറച്ച് പ്രാക്ടിക്കലാണ്, കുറച്ച് ബുദ്ധിയുണ്ട്, കുറച്ച് അറിവുണ്ട്. കർത്താവ് പറയാണ് ഈ ജഡത്തിന് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? ദൈവരാജ്യത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ കാറ്റ് പോലെയാണ്. അടുത്ത വാക്യം അതാ പറയും, കാറ്റ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ആരും അറിയുന്നില്ല, അതിന്റെ ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ആത്മാവിൽ ജനിച്ചവനല്ല അങ്ങനെയാണ്. അതുകൊണ്ട് ജഡമായിട്ടിരിക്കുന്നവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഈ കാറ്റിന്റെ പ്രത്യേകത എന്താണ് ഈ കാറ്റ് പോലുള്ള ജീവിതവും ജഡജീവിതവും? ജഡത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. തത്വങ്ങൾ, ഇന്ന് കുറെ തത്വങ്ങളുണ്ട്. ജഡത്തിന്റെ ജീവിതം ഒരു ഫിക്സഡ് പാറ്റേണിലുള്ള ലൈഫാണ്. ഫോർ എക്സാമ്പിൾ, പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എഗ്രി? ആരാ നമ്മളെ പഠിപ്പിച്ചത്? ആത്മാവല്ല. നമ്മൾ വളർന്നു വന്നപ്പോൾ പഠിച്ച പാഠമാണ്. പാഠം നമ്പർ 1, പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. സത്യമല്ലേ? സത്യമാണ്. 2, വിദ്യാഭ്യാസമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ധനം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. ഓക്കെ, ബൈബിളിലെ വാക്യമല്ല കേട്ടോ, അതും നമ്മൾ ഈ ലോകത്തു നിന്ന് പഠിച്ചെടുത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് വിദേശത്തെ പല സഭകളിലും MD ഇല്ലാത്ത പാസ്റ്റർമാരെ വേണ്ട എന്ന് പറയുന്നത്. കൃപാവരം ഉണ്ട്, വചനത്തിൽ ഭയങ്കര വെളിപ്പാട്, MD ഇല്ലെങ്കിൽ വേണ്ട. കാരണം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. ബൈബിളിലുള്ള വാക്യമല്ല, ലോകത്തിൽ നിന്ന് കിട്ടുന്നത്. ഇനി എനിക്കൊരു MD ഉണ്ട് കേട്ടോ, വലിയ പ്രയോജനമൊന്നുമില്ല. ഞാനത് MD ഉണ്ടെന്ന് പറയാത്തതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ MD എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം വായിക്കാൻ പേടി എനിക്ക്. മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി, ദൈവത്വത്തിന്റെ ആശാൻ. എന്തിനായി പണിക്ക് പോകുന്നത്? ഒരു സാധാരണ സഹോദരനായിട്ട് ജീവിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പോ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, ഇതൊരു ലെസൺ നമ്മൾ ഈ ലോകത്ത് നിന്ന് പഠിച്ചു. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. അടുത്തത് കല്യാണാലോചനയാണ്.
ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ലോകത്തിന്റെ വലിയ പാഠമാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല. ബൈബിൾ അല്ല, അതും നാട്ടിലെ പഠിപ്പിക്കലാണ്. അതുകൊണ്ട് ഒരേ ജാതിയിൽ നിന്നുള്ള ഒരു കല്യാണം കഴിക്കുന്ന ബ്രദറെ നല്ലത്, എങ്കിലേ ഈ കുടുംബങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് ഈ കല്യാണം എന്ന് പറയുന്നത് അപ്പുറത്തെ അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും ഇപ്പുറത്തെ അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും ഒന്നിച്ച് ചേർന്നിരുന്ന് പിടി ഇറച്ചിയും കഴിക്കാനുള്ള, അല്ലെങ്കിൽ ബിരിയാണി അടിക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് പറയാനുള്ള ഒരു ഫാമിലി വേദിയാണ് കല്യാണം. അതിനിടയ്ക്ക് ഒരു ചെറുക്കനും പെണ്ണും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു മാത്രം. അതൊരു സെക്കൻഡ് പാർട്ടാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? ഇത് ദ ഗ്രേറ്റ് ഇന്ത്യൻ വെഡ്ഡിങ്. അത് ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ളവന് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റില്ല. കാരണം ദൈവരാജ്യത്തിന്റെ റൂൾസ് എല്ലാം വേറെ. അവിടെ വിവാഹം എന്ന് പറയുന്ന ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം. ഭർത്താവ് അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് തെറ്റിച്ചേരും, അവരൊരു ദേഹം തീരും. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഭാര്യമാരെ അപ്പനന്മാരുടെ അടുത്ത് വലിച്ചു പറിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളോടും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പനെ അമ്മയും വിട്ട് നീ നിന്റെ പിതൃഭവനത്തെയും ചർച്ചക്കാരെയും മറക്കുക, മറന്നേക, ഓർക്ക പോലും വേണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടെ പുതിയ കുടുംബം ഉണ്ടാക്കുക, എന്നിട്ട് അവരെയും കൂടെ കരുതുക, അവരെയും കൂടെ സംരക്ഷിക്കുക. പക്ഷെ ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി അല്ല കർത്താവ് കല്യാണം കഴിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം ഓർത്തുകൊള്ളുക. ദിസ് ഇസ് എ ന്യൂ യൂണിറ്റ് ബീങ് ഫോം. എന്നാലും ബ്രദറെ, ജാത്യാലുള്ളത് തൂത്താ പോവില്ല ബ്രദർ, പോവില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ രക്തത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. അവൻ ഇരുപക്ഷങ്ങളെ ഒന്നാക്കി ഇന്ന് വേർപാടിന്റെ നടിച്ചു ഇടിച്ചു കളഞ്ഞ നിങ്ങൾ സംഭവം അറിഞ്ഞിട്ടില്ല. ഇനി ഈ കാറ്റ് പോലുള്ള ലൈഫ് എന്താണെന്ന് ഞാൻ പറയാം. ഈ തത്വങ്ങളൊന്നും അവിടെ വാലിഡല്ല. ഞാനിത് പറയുന്നതിനകത്ത് എനിക്ക് ഒത്തിരി വേദനയുണ്ട്. ഒത്തിരി വേദനയുണ്ട്. കാരണം മറ്റു പല വിശ്വാസങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന പെൺകുട്ടികൾ വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കേരളത്തിലൊരു വളരെ പ്രശസ്തനായ ഒരു MP, മെമ്പർ ഓഫ് പാർലമെന്റ്, ഇപ്പൊ അദ്ദേഹം രാഷ്ട്രീയത്തിലില്ല, പറഞ്ഞൊരു വാക്കാണ്, ക്രിസ്ത്യാനികളെ ഞാൻ വെറുത്തുപോയത് ഈ ഒരു കാര്യത്താലാണ്. അനേകം ആളുകളുടെ കല്യാണം നടക്കുന്നില്ല. കാരണം അച്ചായന്മാര് കല്യാണം ആലോചിച്ച് അച്ചായത്തിമാരെ അന്വേഷിക്കും. അപ്പൊ ബാക്കിയുള്ളവർ അവരുടെ അടുത്ത് സുവിശേഷം പറയും, രക്ഷിക്കപ്പെടുത്തും. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. എന്നാ പിന്നെ ഈ ട്രാക്ട് കൊടുക്കാതിരിക്കണ്ടേ? കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതെല്ലാം ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളാണ്. ഇതും കൊണ്ട് ദൈവത്തിന്റെ തീരുമാനത്തിന് കീഴിലോട്ട് പോകാൻ പറ്റില്ല. കർത്താവ് എന്നെ അത് വളരെ ആദ്യകാലത്ത് എന്നെ പഠിപ്പിച്ചൊരു കാര്യം. ഞാൻ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഗോഡ് ഗേവ് മീ ദിസ് ലെസൺ വെൻ ഐ വാസ് യങ്, വെരി യങ്. അവിടെ ഞാൻ കല്യാണം കഴിക്കാൻ നേരത്ത് കർത്താവ് എന്നെ ഒരാളെ കാണിച്ചു തന്നു. അത് മലയാളി ആയിരുന്നില്ല, മുൻപരിചയമുള്ള ആളായിരുന്നില്ല, ഒരു മിഷണറി ആയിരുന്നു. കർണാടകയിലെ കന്നഡ സ്വദേശിയായ ഒരു മിഷണറി ആയിരുന്നു. കല്യാണം കഴിച്ചപ്പം കഴിഞ്ഞു വന്നപ്പം എന്നോട് ഒരച്ചായൻ ഇങ്ങനെ പറഞ്ഞു, എടാ മണ്ട. ഞാൻ എന്തോ? പ്രായമേല, 50 വയസ്സ് എന്നൊക്കെ കൂടുതലാണ്. പുള്ളിക്ക് ബുദ്ധി കൂടുതൽ കാണും. പുള്ളി എന്നോട് പറഞ്ഞു, കിട്ടാവുന്ന എന്താന്ന് വെച്ചാൽ ഇപ്പം വാങ്ങിച്ചോളൂ. ഇനി കുറെ കഴിഞ്ഞാൽ നിനക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ആരോട് ചോദിച്ചാൽ നയ പൈസ തരികയില്ല. ഇതാണ് വാങ്ങിക്കാനുള്ള അവസരം. പിന്നെ നാളെ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നടന്ന ആരും നിന്നെ തിരിഞ്ഞു പോലും നോക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കിട്ടാവുന്ന എന്താന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ വാങ്ങിച്ചെടുക്കും. അല്ലെങ്കിൽ 10-45 വയസ്സാവുമ്പോൾ നിന്റെ ഭാര്യ തന്നെ നിന്നോട് പറയും, അച്ചായ അന്ന് കിട്ടാവുന്നേ വാങ്ങിച്ചുകൊണ്ട് പോകാമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു. നിന്റെ ഭാര്യ തന്നെ ചോദിക്കും. ഞാനപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിപ്പോ 27 വയസ്സുള്ളൂ. 45-ാം വയസ്സിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരിക്കാം. പക്ഷെ അങ്ങനെ പേടിച്ച് 27-ാം വയസ്സിലെ ഞാനൊരു കിളവനാവേണ്ട കാര്യമില്ലല്ലോ. തൽക്കാലം ഇതിങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, നിന്നോടൊന്നും വർത്താനം പറഞ്ഞിട്ട് തന്നെ കാര്യമില്ലെന്ന് പറഞ്ഞു. പുള്ളി ആ വിഷയം വിട്ടു. പക്ഷെ ഞാൻ ആ വിഷയം വിട്ടില്ല. എന്തുകൊണ്ടാണ് വിടാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 45-ാം വയസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? പുള്ളി എന്തിനാണ് ഈ 45 എന്ന് പറഞ്ഞെന്നുള്ള എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുരുങ്ങി. ഇപ്പൊ എനിക്ക് 45 ആണ്. ഈ 45 ആവുന്നതിന് 2-3 വർഷം മുമ്പ് എനിക്കിത് ക്ലിക്കായി. എന്താണ് ഈ 45-ന്റെ പ്രത്യേകത? അതൊരു വാണിംഗ് ആയിരുന്നു. ഒരു 42-ലെത്തിയപ്പോഴേക്കും കർത്താവ് വാണിംഗ് എനിക്ക് തന്നു, സൂക്ഷിച്ചോ 45 വരുന്നുണ്ട്.
ഈ 45 വയസ്സാകുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? നമ്മുടെ പിള്ളേര് വളർന്ന് +2 കഴിഞ്ഞ് ഒരു ഹയർ സ്റ്റഡീസിന്റെ ഒക്കെ ഏതാണ്ട് പ്രിപ്പറേഷൻ വരും. പെൺപിള്ളേര് ചിലപ്പോൾ ചില അവസരങ്ങളിലൊക്കെ കല്യാണം വേണേ ആലോചിച്ചേക്കാം എന്നൊരു ചിന്തയിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങുമില്ലായിരിക്കും. എന്നാലും അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ വിറ്റാമിന്റെ കുറവ് വലിയൊരു ഭാരമായിരിക്കും. അതുവരെ കർത്താവ് നടത്തിക്കോളും, കർത്താവ് നടത്തും ബ്രദറെ, ഞങ്ങൾ ദൈവത്തിൽ വിശ്വാസ ജീവിതം ബ്രദറെ എന്നൊക്കെ പറഞ്ഞു വന്നവരെ ഒരു 45 വയസ്സാകുമ്പോൾ അന്വേഷിക്കും, ഗൾഫിൽ വല്ല സഭയോ ഉണ്ടോ? എന്തിനാ? ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് തരാമോ? എന്തിനാണെന്നറിയാം? ഈ കാറ്റ് പോലെ അടിച്ചിട്ട് പ്രയോജനമില്ല. ഇനി എവിടെയെങ്കിലും സെറ്റിൽമെന്റ് ആണ്. അതല്ലെങ്കിൽ പിള്ളേരുടെ കാര്യം, ഉപജീവന ചിന്ത, ഭാര്യ ചോദിക്കുന്നു നിങ്ങളുടെ കൂടെയൊക്കെ വന്നിട്ട് എനിക്ക് എന്ത് കിട്ടി? മക്കൾ ചോദിക്കുന്നു അപ്പുറത്തെ വീട്ടിലെ അവൻ കോഴ കൊടുത്ത് MBBS പോവാ, എൻ്റെ അപ്പനൊരു ഉപദേശിയായി പോയോണ്ട് ഉപദേശി ട്രാപ്പിലായി. പിന്നെ പുള്ളി എങ്ങനെയെങ്കിലും ഒക്കെ സംഘടിപ്പിക്കുക. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. മനുഷ്യന് സർവൈവലിനുള്ള ഭയങ്കര ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും ഒരു വിസ സംഘടിപ്പിച്ച് എവിടെയെങ്കിലും പോയി ചാടും, പൈസ ഉണ്ടാക്കും, എല്ലാം നടക്കും. പക്ഷെ ഒരു കുഴപ്പം അവിടെ സംഭവിക്കും. പിന്നെ ഈ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. അത് വീശുമ്പോൾ അതങ്ങനെ വീശിക്കോളും, പക്ഷെ നിന്നാ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ട്? തൽക്കാലം ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഗൾഫിൽ പോയി കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഞാൻ കാറ്റ് പോലെ വീശുള്ളൂ. വൺസ് യു അബാൻഡൻ മൂവിങ് ലൈക്ക് എ വിൻഡ്, യു ആർ വേസ്റ്റഡ് ഫോർ എവർ. ഇതാ 42-ാം വയസ്സിൽ കർത്താവിനോട് പറഞ്ഞു, നിന്റെ ഉള്ളിലുള്ള മാനസാന്തരം നീ കൈവിട്ടാൽ, എബ്രായർ 6 പറയുന്ന പോലെ, പിന്നെ നിന്നെ പരിജ്ഞാനത്തിനുതകുന്ന മാനസാന്തരത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുകയില്ല. കാരണം കാറ്റ് വീശിക്കഴിഞ്ഞ അസ്തമിച്ചാൽ അതിനെ പിന്നെ കിൻഡിൽ ചെയ്യാൻ കഴിയുന്നതല്ല. വീണ്ടും അതിനെ കത്തിക്കാൻ, വീണ്ടും അതിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ വീണ്ടും ഉത്തേജിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ പ്രസംഗം എന്തായിരിക്കും അറിയാം? പരിജ്ഞാനമായിരിക്കില്ല. നിങ്ങളുടെ വിഷയങ്ങളുടെ മേലിടങ്ങി വരുന്നവനായത്, അത് മാത്രമേ പറയാൻ കാണൂ. അത് മാത്രം സ്റ്റേജിൽ കേൾക്കുന്ന മുഴുവൻ അത് മാത്രം. എന്ത് പറ്റിയെന്നറിയോ? വിശ്വാസ കപ്പൽ തകർന്ന് പരിജ്ഞാനത്തിന്റെ ഓട്ടം നിർത്തി, കാറ്റടിക്കുന്നത് നിർത്തി, ജഡജീവിതമായി മാറിയതാണ്. അനേകം കെട്ടിടങ്ങൾ ഫൗണ്ടേഷൻ ഇട്ട ശേഷം മുകളിലോട്ട് പണിയാൻ പറ്റാതെ തകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉപജീവന ചിന്തയാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയാ, ലോകത്തിന്റെ തത്വമായിട്ട് നടന്നാൽ, പണമില്ലെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നാൽ ഒന്നും ദൈവരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല. കാരണം ദൈവരാജ്യത്തിന്റെ തത്വം എന്താണെന്നറിയോ? പൈസ ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നുള്ളതല്ല, എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുക. അതാ തത്വം. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, കർത്താവില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന ജ്ഞാനത്തിലേക്ക്, ഈ ലോകത്തിന്റെ ജ്ഞാനത്തിലേക്കല്ല, ജഡത്തിന്റെ അറിവിലേക്കല്ല, അതിനപ്പുറത്തേക്ക് വെളിപ്പെടുന്ന പരിജ്ഞാനത്താലാണ് ഞാൻ നടക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് തരുന്ന പരിജ്ഞാനത്തിൽ. അവിടെ കാറ്റുപോലെ വീശിയേ പറ്റൂ. സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, സെക്യൂരിറ്റി അന്വേഷിക്കാൻ പറ്റില്ല. ഞാനൊരു 3-4 വർഷം മുമ്പ് 42-ാം വയസ്സിലെ സ്ട്രഗിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കർത്താവിന് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഒന്നും സമ്പാദിക്കില്ല എന്ന് നിന്റെ മുമ്പിൽ വാക്ക് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭാര്യയും പിള്ളേരെ നോക്കേണ്ട ഞാൻ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകും? അവർക്ക് എന്ത് വരും? ഇതിനിടയിൽ എന്നെ വളരെ നല്ലൊരു ഉപദേശിക്കാൻ അറിയാവുന്ന മെന്ററുടെ സ്ഥാനത്തുള്ള പലരും പറഞ്ഞു, ചേസേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മരിച്ചുപോയ പാസ്റ്റർമാരുടെ ഭാര്യയും മക്കളൊക്കെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുവാണ്. ഞാൻ കർത്താവിന്റെ, ഞാൻ എന്ത് ചെയ്യും കർത്താവ്? കർത്താവ് പറഞ്ഞു, ഇപ്പൊ നിന്നെ ആരാ നടത്തുന്നത്? നീ മരിച്ചുപോയ പിന്നെ നീ തന്നെ. അപ്പൊ പിന്നെ ഞാൻ നോക്കിക്കോളുമല്ലോ. പിന്നെ എന്തിനാ നീ പറയില്ല? ശരിയല്ലേ? എന്നേശു ജീവിക്കുന്നു ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കായി. ഇനി അതല്ല ഇനി ഞാനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഞാൻ ദൈവത്തോട് ധിക്കാരാ പറയുന്നത്. ഞാൻ എന്താ പറയുന്നത്? ഇപ്പൊ ഞാനാ നടത്തുന്നതെന്നല്ലേ പറയുന്നത്. ഇപ്പൊ കർത്താവ് അല്ല നടത്തുന്നത്, ഞാൻ തന്നെയാ നടത്തുന്നത്. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ നടത്താൻ ആരും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞായറാഴ്ച വന്നിട്ട് അടിസ്ഥാനപരമായ ആരാധന ഉണ്ടല്ലോ, കർത്താവെ ഞങ്ങളെ നടത്തിയതിനോ ഈ സ്തോത്രമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇയാളെ വിളിക്കണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് വലിയ ഭാരമായി മാറുമെന്നില്ലേ?
പ്രിയ സഹോദരങ്ങൾ, ഒരു ഭാരമില്ല. ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞൊരു ഭാരമുള്ള ജീവിതമൊന്നുമല്ല, അതൊരു സന്തോഷമാണ്. കാരണം ഈ പണിയൊക്കെ ദൈവമാണ് ചെയ്യുന്നത്, നമ്മളല്ല ചെയ്യുന്നത്. നമ്മൾ തീരുമാനം എടുത്താലും നമുക്കൊന്നും ഉപേക്ഷിക്കാനും പറ്റില്ല. നമ്മൾ തീരുമാനം എടുത്ത് ഉപേക്ഷിച്ചാൽ അത് വലിയ കെണിയായി മാറുകയുള്ളൂ. അത് ഉപേക്ഷിച്ചതിന്റെ കഥയും പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഗവൺമെന്റ് ജോലി വിട്ടിട്ടാണ് ബ്രദറെ ഞാൻ സുശേഷയിലേക്ക് ഇറങ്ങി. അവന് ആര് പറഞ്ഞു ഇവിടെ ഗവൺമെന്റ് ജോലിയാണ് ഇതിനേക്കാളും വലുത്? ഇപ്പൊ കേൾക്കുന്നവരെന്താ വിചാരിക്കുന്നത്? ഓ, ആ മനുഷ്യൻ പാവം ഗൾഫിലെ ജോലി കളഞ്ഞിട്ട് ഒന്ന് സുശേഷയിലേക്ക് ഇറങ്ങിയവനാ എന്ന് പറയുമ്പോൾ, ഓ, ഈ മാമോന്റെ വലിയ പണി കളഞ്ഞിട്ട് ഈ കർത്താവിന്റെ കുഞ്ഞു പണിക്ക് ഇറങ്ങിയവനാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും. അതിലും നല്ല ഇവൻ ഉപേക്ഷിക്കാതെ ഗൾഫിൽ തന്നെ കിടക്കുന്നു. കാരണം ഇതിനേക്കാൾ വലുത് അതാന്നുള്ളൊരു ചിന്ത ഇവിടെ കൊടുത്തിട്ട് ഈ പണി ചെയ്യാൻ ഇറങ്ങാൻ പാടുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നിക്കോദെമോസിന് പറയുവാ. അപ്പൊ നിക്കോദെമോസ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന്, സമയം പോയി, ഈ വെള്ളം എന്താണെന്ന് ഇവരെ പറഞ്ഞില്ല. നിക്കോദെമോസ് കർത്താവിന്റെ ചോദിക്കും, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? കാറ്റ് പോലെ അടിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ നിക്കോദെമോസിന് ഇൻട്രസ്റ്റ് ആയി. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞങ്ങൾക്ക് ഒരു കുറവില്ലാത്തവരാണ്. പൈസക്ക് കുറവില്ല, ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഡിപ്പോസിറ്റ് ഇല്ലെന്നേ ഉള്ളൂ, അസറ്റ്സ് ഉണ്ടാക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് ഉണ്ടാക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാ, അല്ലാതെ ഇല്ലാഞ്ഞിട്ടല്ല. ഒരു കുറവില്ല. കർത്താവിന്റെ ഒറ്റ കാര്യം പറഞ്ഞില്ല, എല്ലാ ദിവസവും നടത്തണം. എന്നെ കണ്ടിട്ട് ഏതാണ്ട് നടന്ന ലക്ഷണമില്ലേ? ദൈവം നല്ല ഒന്നാന്തരമായിട്ട് നടത്തുകയും ചെയ്യും. അവനെ വിശ്വസിക്കുക എന്നുള്ള, ദൈവരാജ്യം അവന്റെ നീതി അന്വേഷിച്ച ബാക്കി കാര്യങ്ങളൊക്കെ കർത്താവ് നടത്തും. ഒന്നും നടത്താതെ പോവുകയില്ല. അവന്റെ മക്കളെ നോക്കാതിരിക്കുവോ അപ്പൻ? ഞാൻ എൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചോ, ആ പപ്പ എനിക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരണം കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ, പപ്പ എന്നടാ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരാവിടാ. 15 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ, പപ്പ എന്താണ് രാവിലെ പറഞ്ഞ കാര്യം, എന്തോ ബ്രേക്ക്ഫാസ്റ്റ് തരാം. ഒരു ദിവസം 50 പ്രാവശ്യം ഇവൻ എന്നോട് വന്നിട്ട്, പപ്പ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തുകൊണ്ടാണ് ഇവൻ എന്നോട് ഇതിങ്ങനെ പറയുന്നത്? എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാണോ ഇല്ലാത്തതുകൊണ്ടാണോ? ഉള്ളത് കൊണ്ടാണോ ഇല്ലാത്തതുകൊണ്ടാണോ? ഇല്ലാത്തതുകൊണ്ടാ. അവൻ ചോദിച്ചില്ലെങ്കിൽ പോലും മര്യാദയ്ക്ക് കഴിക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു അപ്പനുള്ള കാര്യം അവൻ അറിയാൻ വേണ്ടി. ഞാൻ ചോദിച്ചിട്ടല്ല കർത്താവ് എനിക്ക് ഓരോ കാര്യങ്ങൾ തരുന്നു. പക്ഷെ ചോദിച്ചാൽ മാത്രം തരുന്നൊരു കാര്യമുണ്ട്, ആത്മാവ്. ആത്മാവിന്റെ നിറവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കരഞ്ഞ് നിലവിളിക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കാരണം ദാഹിക്കുന്നവർക്ക് മാത്രമേ നിറയ്ക്കാൻ പറ്റുള്ളൂ. ആത്മാവ് അങ്ങനെയാണ്. നമുക്ക് ഈ ലോകം യോഗ്യമല്ലെന്നും എനിക്ക് ഇന്നത്തെ ജഡജീവിതം കൊണ്ട് ഞാൻ തോക്കുവാണെന്നും എനിക്ക് ആത്മാവിനെ കിട്ടിയേ പറ്റൂന്ന് എൻ്റെ ഉള്ളിൽ ഡെസ്പറേഷൻ ഉണ്ടാകാതെ, എൻ്റെ ഉള്ളിൽ നിന്ന് നിലവിളി ഉണ്ടാകാതെ, എനിക്ക് ഉള്ളം എംറ്റി ആകാതെ എന്നെ നിറയ്ക്കാൻ കർത്താവിന് പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ ഒരു കാര്യത്തിന് വേണ്ടി നീ കരഞ്ഞോ. കാരണം കരഞ്ഞാൽ മാത്രമേ തരാൻ പറ്റുള്ളൂ. പിടിച്ചു വെച്ച് നിലവിളിച്ചോ, ആത്മാവിന്റെ നിറവിന് വേണ്ടി, യേശുവിന്റെ ജീവന് വേണ്ടി നിലവിളിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഉപജീവന മാർഗത്തിന്റെ കരയരുത്. അത് അപ്പനെ അപമാനിക്കുന്നവരാണ്. കാരണം അപ്പൻ അത് തരാതിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് കൃത്യമായിട്ട് തരാൻ നിന്റെ അപ്പന് പറ്റും. എന്തൊക്കെയാണ് നിന്റെ പാത്രത്തിൽ ഇല്ലാത്തതെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ പുറകെ നീ നടക്കരുത്. നീ ആത്മാവിന്റെ പുറകെ നടക്കുക. ആത്മാവ് നിനക്ക് ലഭിക്കുമ്പോൾ ഇതിന്റെ കൂടെ നിനക്ക് ജീവിക്കാനുള്ള ദൈവം തന്നു. ഞാൻ ഒന്നിനും എതിരല്ല, ഒന്നിനും അനുകൂലമല്ല. കർത്താവ് മാത്രം നമുക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതല്ല നമ്മുടെ ആത്മീയതയുടെ ഡയറക്ഷൻ. വെള്ളം എന്താന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. നിക്കോദെമോസിന്റെ കർത്താവ് പറയാണ്, നിക്കോദെമോസ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ കർത്താവേ? കാറ്റ് പോലെ വീശാ കൊള്ളാന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് എങ്ങനെ സംഭവിക്കും? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ ഇതെന്നോട് ചോദിച്ച് ഒട്ടും ശരിയായില്ല. വേറെ ആര് ചോദിച്ചാലും എനിക്ക് വിഷമില്ല. പത്രോസ് ചോദിച്ചാൽ എനിക്ക് വിഷമില്ല. പക്ഷെ നീ ഇത് ചോദിച്ചത് കഷ്ടമായി പോയി. കാരണം നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണ്. ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ് അറിഞ്ഞിരിക്കണമായിരുന്നു എന്താണ് വെള്ളവും ആത്മാവും. ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ട് നിനക്ക് എന്തുകൊണ്ടാണ് വെള്ളം എന്താണ് ആത്മാവ് എന്താണെന്ന് അറിയാൻ പറ്റാതെ പോയത്? അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ വെള്ളവും ആത്മാവും എന്താണ് നിക്കോദെമോസിന് അറിയണമായിരുന്നു. അപ്പൊ പഴയ നിയമത്തിലുള്ള കാര്യമാണ്. ഇറ്റ്സ് എ പ്രൊഫസി ദാറ്റ് ക്രൈസ്റ്റ് ടുക്ക് ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. അല്ലെങ്കിൽ നിക്കോദെമോസ് എങ്ങനെ അറിയുന്നത്? ഇപ്പൊ ടീച്ച് ചെയ്യുമ്പം ആ ജനത്തോട് നിക്കോദെമോസ് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട ഒരു വാക്യമാണ് കർത്താവ് നിക്കോദെമോസിനോട് തന്നെ പറയുന്നത്. അത് അവൻ അറിയാൻ വയ്യ. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് ഇത് കണ്ടുപിടിച്ചു. എവിടെ നിന്നാണ് കർത്താവ് ഇതെടുത്തത്? നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കും. എസെക്കിയേൽ 36 25, 26, 27 വാക്യങ്ങളാണ് കർത്താവ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. എസെക്കിയേൽ 36 ഞാൻ വായിക്കാം. 25, 26 രണ്ട് വാക്യം വായിച്ചാൽ അത്ര സമയം നമുക്കുള്ളൂ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. അപ്പൊ ജലം വന്നു, വെള്ളം വന്നല്ലോ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും.
ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അപ്പൊ ആദ്യം നടക്കുന്ന ക്ലെൻസിങ് ആണ്, വാഷിംഗ്. സ്നാനമല്ല, സ്നാനം നമ്മൾ പോയി ചെയ്യുന്നതാണ്, ഇത് കർത്താവ് ചെയ്യുന്നതാണ്. ഇത് തിത്തോസിന്റെ 3:5-6 വാക്യങ്ങളിലുണ്ട്. അവൻ നമ്മെ രക്ഷിച്ചത് പുനർജനന സ്നാനത്താലും. ഈ പുനർജനന സ്നാനം എന്ന് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രോബ്ലം ആണത്. ഇംഗ്ലീഷിൽ അത് വായിക്കുന്ന വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്നാണ്. അതവിടെ പറഞ്ഞിരിക്കുന്നത്. വാഷിംഗ് ഓഫ് റീജനറേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് ദ സ്പിരിറ്റ്. തിത്തോസിന്റെ ലേഖനത്തിൽ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ പറയാണ്, ഈ വെള്ളം നിങ്ങളുടെ മേൽ ഞാൻ തളിക്കുമ്പോൾ നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഇപ്പൊ വിഗ്രഹങ്ങൾ നീങ്ങണം, വിഗ്രഹം നീങ്ങിപ്പോണം, അല്ലെ? മൂവ് ചെയ്യപ്പെടണം. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി. അപ്പൊ വിഗ്രഹം നീങ്ങുമ്പോൾ എന്താ നീങ്ങുന്നത്? ഈ കല്ലായ ജഡമാണ് നീങ്ങുന്നത്. ഹൃദയം, നമുക്കൊരു ഹൃദയമുണ്ട്, ഹൃദയം, ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു ചത്ത ഹൃദയമുണ്ട്. അതിനെ ദൈവം മാറ്റിയിട്ട് മാംസമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് വെള്ളത്താലുള്ള ക്ലീനിങ്ങും ആത്മാവിനാലുള്ള നവീകരണവും. ഇതാണ് പ്രോമിസ്. അപ്പൊ ഈ വെള്ളത്താലുള്ള ക്ലീനിങ് എന്ന് പറയുന്നത്, ഐ വിൽ സ്പ്രിങ്കിൾ ക്ലീൻ വാട്ടർ ഓൺ യു എന്ന് പറഞ്ഞാൽ നമ്മളെ കർത്താവ് കഴുകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. കഴുകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? നമ്മൾ കഴുകുന്ന പോലെ അല്ല, നമ്മുടെ വിഗ്രഹങ്ങൾ നീക്കപ്പെടും, അതിന്റെ കൂടെ സകല മലിനതകളും. ഈ വിഗ്രഹം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഐ ആം മൈ ഐഡൽ. ഞാൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ വെനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ പുകഴ്ത്തി പറഞ്ഞു നോക്കി. ഞാൻ അന്നേരം പറയാം, എന്റെ ബ്രദർ എന്നെ പുകഴ്ത്തി ഒന്നും പറയണ്ട കേട്ടോ, എനിക്കിങ്ങനെ അധികം പുകഴ്ത്തി പറയുന്നതിൽ വലിയ ഇഷ്ടമൊന്നുമില്ല, ഞാൻ അതൊന്നും കേൾക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഈ പുകഴ്ത്തി പറയുന്നവരോട് എനിക്കൊരു സ്നേഹമായിരിക്കും. എൻ്റെ ഉള്ളിലെ വിഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അത് വേറെ ആരെങ്കിലും എന്നെ കുറിച്ച് പറയുമ്പം അവൻ എന്താ പറഞ്ഞത് എന്ന് കേൾക്കാനുള്ള ആകാംക്ഷ എന്തുകൊണ്ടെന്നറിയോ? ഈ വിഗ്രഹത്തിന് എന്തെങ്കിലും മുറിവ് പറ്റുമോ എന്നുള്ള പേര് കാരണം. അവരെന്നെ റവാന്ന് വിളിച്ചില്ലെന്നും പാന്ന് വിളിച്ചില്ലെന്നൊക്കെ വിഷമം തോന്നുന്നുണ്ടെന്നറിയോ? ഇതിനെങ്ങനെ അലങ്കരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. യേശു വെറും യേശു ആയിരുന്നു, ബ്രദർ യേശു പോലും അല്ലായിരുന്നു. പൗലോസ് പത്രോസിനെ വെറുതെ കേഫാന്ന് വിളിച്ചോണ്ടിരുന്നു. അപ്പൊ പത്രോസ് പറയാ, നീ എന്നെ റവാന്നിങ്ങനെ വിളിക്കേണ്ടതായിരുന്നു, റവറന്റ് കേഫ. ചിന്തിക്കാൻ പോലും പറ്റുന്നു. കത്തോലിക്കയിലെ അച്ഛന്മാർ റവ ആയത് എങ്ങനെയാ നിങ്ങൾക്ക് അറിയോ? അതിനൊരു കഥയുണ്ട്. ഈ കത്തോലിക്കയിലെ അച്ഛന്മാര് അപ്പം മുറുക്കുമ്പോൾ അവർ പറയും, ഇത് യേശുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പൊ യേശുവിന്റെ ശരീരത്തെ അവർ മുറിക്കുന്നത്. അപ്പൊ ആൾക്കാർ ചോദിക്കും, മനുഷ്യൻ എങ്ങനെയാ യേശുവിന്റെ ശരീരം മുറിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ അവർ പറയും, അച്ഛൻ ഇത് ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണ്, ക്രിസ്തു തന്നെയാണ് അവിടെ പ്രസന്റ് ആയിട്ട് മുറിച്ചു തരുന്നത്. അപ്പൊ അച്ഛൻ സ്റ്റാൻഡിങ് ഫോർ ക്രൈസ്റ്റ്. അപ്പൊ നമ്മളെ എന്തോ വിളിച്ചേ പറ്റുള്ളൂ? ബഹുമാനത്തോടെ, ദൈവത്തിന് തുല്യമായ ഭയഭക്തി ബഹുമാനത്തോടെ അച്ഛന് സംബോധനയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എവിടെയാണ് നിൽക്കുന്നത്? അച്ഛൻ ക്രിസ്തു തന്നെയാണ് അവിടെ യാഗം കഴിക്കുന്ന ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് റവയായത്. ഉപദേശി റവയായത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. റിയലി ഈ വിഗ്രഹവൽക്കരണമാണ്. ഞാൻ ചേസ് പാസ്റ്റർ പ്രസംഗമായിട്ട് കേൾക്കുന്നു, വിഗ്രഹവൽക്കരണമാണ്. കുറെ കഴിയുമ്പോഴേക്കും എന്റെ കൂടെ കുറെ ആൾക്കാർ വന്നു. പിന്നെ അവർ പൂഴ്ത്തി പറയുന്നത് കേട്ട് ഞാനിങ്ങനെ കുളിരോടെ നടക്കും. വേറെ ആരിലും എന്നെ സത്യം കാണിച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കത്തില്ല. ഈ സ്വയം എന്ന വിഗ്രഹം തകരാതെ, അത് കർത്താവ് നിർമ്മലജലം തളിക്കാതെ പോകത്തില്ല. എത്ര തീരുമാനം എടുത്താലും പോകില്ല. ആ തീരുമാനം എടുക്കുന്ന ആരാ? ഇതേ ജഡം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് പോകാത്തത്. നിങ്ങൾ വണ്ടിക്കകത്ത് നിന്ന് വണ്ടി തള്ളിയിട്ടുണ്ടോ? നീങ്ങല. അതുപോലെയാണ് ഈ ജഡത്തെ നീക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നീക്കിക്കോളാം. കൈകളാലല്ലാത്തൊരു പരിച്ഛേദനയാൽ ക്രൂശിൽ നിന്റെ പഴയ ജഡത്തെ ഞാൻ ഉരിഞ്ഞു കളയും. എന്നിട്ട് നിന്റെ ഉള്ളിൽ മാംസമായി പുതിയ ആത്മാവിനെ തന്നിട്ട് മാംസമായ ഹൃദയം ഉണ്ടാക്കുക. അതിനെ ഞാൻ അനുസരിപ്പിക്കും. ആ മാംസമായ ഹൃദയം കർത്താവ് പറയുന്ന കേൾക്കും, പുതിയ സൃഷ്ടിയായി മാറും. ഞാൻ ആദ്യം വായിച്ച വാക്യം ഞാൻ പ്രസംഗിച്ചില്ല, കാരണം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവിനെ ഈ വഴിക്ക് വിട്ടത്. അപ്പൊ തന്നെ എനിക്കറിയായിരുന്നു വഴി മാറിയെന്ന്. പക്ഷെ അവിടെ നമുക്കിത് അവസാനിപ്പിക്കാം. ബലഹീനരായിരിക്കുമ്പോൾ എനിക്ക് കർത്താവിനെ വിളിക്കാൻ പറ്റാത്ത, കർത്താവിനെ വിളിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ അവൻ എനിക്ക് വേണ്ടി മരിച്ച് എൻ്റെ പഴയ വിഗ്രഹത്തെ സർക്കംസൈസ് ചെയ്ത് കളഞ്ഞു. പഴയ തത്വങ്ങളെ. ഇനി പണം ഉണ്ടെങ്കിൽ ജീവിക്കാന്നല്ല, കർത്താവ് ഉണ്ടെങ്കിൽ ജീവിക്കും. കാറ്റുപോലെ എന്തു വന്നാലും കുഴപ്പമില്ല. നാളെ ഈ കാറ്റ് വീശി ചെന്നൊരു മലയിലടിച്ചിട്ടില്ലാതാവോ? നോ പ്രോബ്ലം, ഐ ഡോണ്ട് കെയർ. മുമ്പിൽ മലയാണോ സമുദ്രമാണോ എനിക്കറിയേണ്ട കാര്യമില്ല. എവിടെ നിന്നൊന്നും എങ്ങോട്ട് പോകുന്നു അറിയേണ്ട കാര്യമില്ല. വീശിക്കൊണ്ടിരിക്കുന്നു. അത് വിശ്രമിച്ചിട്ട് നാളെ എന്ന് പറയില്ല. കർത്താവിന്റെ ലൈഫ് അങ്ങനെയാണ്. നാളെ എന്താവെന്ന് അറിയേണ്ട കാര്യമില്ല. The glorious uncertainty of faith has only one confirmed thing: presence of an immutable God who never changes.
അത് മാത്രമാണ് ആത്മാവിന്റെ നങ്കൂരം, സെക്യൂരിറ്റി. ആ ലൈഫാണ് ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. അവിടെ കർത്താവിന്റെ തത്വങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ദൈവരാജ്യം അതിന്റെ നീതി അന്വേഷിക്കേണ്ടത്. വി ആർ നോട്ട് ലിവിങ് ബൈ ആഡമിക് പ്രിൻസിപ്പിൾസ്, വി ആർ ലിവിങ് ബൈ ക്രൈസ്റ്റ് പ്രിൻസിപ്പിൾ. അവിടെ വീണ്ടും ജനനം സംഭവിക്കുന്നത് എ ന്യൂ ക്രിയേഷൻ വിത്ത് എ ന്യൂ ഹാർട്ട് ക്രിയേറ്റഡ് ബൈ ഗോഡ്. അപ്പൊ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമാണ് നിങ്ങൾക്ക് ഉത്തരം പറയണ്ടേ. ഒറ്റ കാര്യം കർത്താവ് പറഞ്ഞുള്ളൂ. സുവിശേഷം കേൾക്കുന്നവൻ നിലവിളിക്കാനാണ് പറഞ്ഞത്. അനുദപിക്കും, മാനസാന്തരം. കർത്താവിനോട് ചോദിക്കും, കർത്താവെ എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്ന, അവനെ നോക്കി നിലവിളിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. അവനെ വിളിച്ചപേക്ഷിക്കുന്ന സംഘടന തീരുമാനം എടുത്ത് രക്ഷിക്കപ്പെടില്ല, പക്ഷെ കരുണയ്ക്കായി അവനെ സമീപിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. അവിടെ പറയുന്നത് ചുങ്കക്കാരനെ കുറിച്ച് എന്താ പറഞ്ഞത്? അവൻ കർത്താവിനോട് പറയാ, കർത്താവേ പാപിയായ എന്നോട് കരുണയുണ്ടാകണം. അടുത്ത വാക്യം എന്താ? അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. ഞാൻ കർത്താവിനോട് ചോദിക്കുന്ന, കർത്താവെ കാൽവരി ക്രൂശിൽ നീ വെളിപ്പെടുത്തിയ കരുണ, എന്നെ പുത്രനാക്കിയ കരുണ, എന്നെ വീണ്ടും ജനിപ്പിച്ച കരുണ, എന്നെ ജീവന്റെ അന്ത്യത്തോളം നിന്റെ ജീവനാൽ, 10-ാം വാക്യം നമ്മൾ ആദ്യം വായിച്ച റോമർ 5:10, നിന്റെ ജീവനാൽ ഞാൻ എത്രയധികമായി രക്ഷിക്കപ്പെടും. ആ രക്ഷയിലേക്ക് നടക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗ്ഗസ്ഥ പിതാവേ, ജഡത്താലുള്ളതല്ല ആത്മാവിലുള്ളത് അന്വേഷിക്കുവാനും ക്രിസ്തുവിന്റെ ജീവനിൽ ആനന്ദിക്കുവാനും അവന്റെ വീണ്ടെടുപ്പിൽ പ്രമോദിക്കുവാനും അവനെ ആരാധിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. വീണ്ടും ജനനത്തിന്റെ സത്ഫലങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങൾ ഞങ്ങൾ നിറയ്ക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Hallelujah. Praise the Lord. Amen. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 Hallelujah.